എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2184 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. കൃഷി സംരക്ഷണവും ഹോമിയോപ്പതിയും ഡൈനമിക് മെഡിസിൻസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഹലോ, കേൾക്കാം. IFPHന്റെ 2184 ഈ സൂം വെബിനാറിൽ എന്നെ ഈ അതിഥിയായി വീണ്ടും ക്ഷണിച്ചതിൽ ഉള്ള നന്ദി ആദ്യം അറിയിച്ചുകൊണ്ട് എൻ്റെ അധ്യാപകരോടും ഹോമിയോപ്പതിയുടെ ആചാര്യനായ സാമുവൽ ഹനിമാനോടും പിന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടുമുള്ള പ്രത്യേകമായ നമസ്കാരം. ഞാൻ ഈ ക്ലാസ് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ അഗ്രോ ഹോമിയോപ്പതിയെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിനെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അതുപോലെ തന്നെ ഈ നമ്മുടെ വിഷയം ഈ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷിയിൽ നമുക്ക് എങ്ങനെ ഈ ഹോമിയോ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് പഠനങ്ങളാണ്. കൃഷി സംരക്ഷണവും ഹോമിയോപ്പതിയും അതോടൊപ്പം ഡൈനാമിസം എന്ന ഒരു വാക്ക് ഞാൻ ചേർത്തിരിക്കുന്നതിന് കാരണം എന്നെ വളരെ കൂടുതൽ നാൾ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഈ ഡൈനാമിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇതില് ഷെയറിംഗ് ഓപ്ഷൻ വന്നിട്ടില്ല. ഇല്ല, അത് കോഹോസ്റ്റ് ആക്കണം. ഡോക്ടറെ ഒരു 2 മിനിറ്റ് ഇപ്പൊ ആകും. സംസാരിച്ചോ. നമുക്ക് ഈ ഈ ഹോമിയോപ്പതി മരുന്നുകൾ സാധാരണയായിട്ട് ഒരുപാട് കീടനാശിനികൾ, ഒരുപാട് വളങ്ങൾ, ഒരുപാടായിട്ട് സസ്യങ്ങൾക്ക് കൃഷിക്ക് ഒക്കെ ഉപയുക്തമായിട്ടുള്ള അനേകം സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഇത്ര നിർബന്ധം? ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ് ജീവനിലെല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനോ എന്തെങ്കിലും പറയാനോ നമുക്ക് കഴിയണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. അപ്പൊ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ഉദ്യമമാണ് എൻ്റെ ഈ എളിയ ശ്രമം. എൻ്റെ വേറൊരു കാര്യം, ഈ ഡൈനാമിസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇടുന്ന കുറ്റങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അത് സദയം ക്ഷമിക്കണം. അത് പല വിധത്തിലാണ് നമ്മൾ കാണുന്നത്. ഹോമിയോപ്പതി ആയിട്ടുണ്ട്, ഇനി ഷെയർ ചെയ്യാം. ഒരു മുകളിൽ ഇത് എന്താ വന്നത്? അപ്പൊ കാണാം, കൃഷി സംരക്ഷണവും ഹോമിയോപ്പതിയും ഡൈനാമിക് മെഡിസിൻ എന്നാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാൻ, ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓണത്തിന്റെ തലേ ദിവസം, ഇതേ ദിവസം, അതും ഒരു 24 എന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ഡേറ്റില് ഉത്രാട ദിവസം, ഓണത്തിന്റെ തലേ ദിവസമാണ് എൻ്റെ പുസ്തകത്തിന്റെ ഒരു പ്രകാശനം ഈ സദസ്സിൽ വെച്ച് നടത്തിയത്. ഇതായിരുന്നു പുസ്തകം. അതാണ് അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് മെഡിസിൻസ്. ഇസ്മായിൽ സേർ സാറിനെ കൊണ്ട് നമുക്ക് ഈ വേദിയിലൂടെയാണ് അത് പ്രകാശനം ചെയ്തത്. അപ്പൊ അതിന്റെ ഓർമ്മയും കൂടി ഞാൻ പുതുക്കുകയാണ്. ഈ കോപ്പി നമ്മുടെ ആമസോണിൽ കിട്ടും. പിന്നെ വേണമെന്നുള്ളവർക്ക് അഡ്രസ്സ് അയച്ചു തന്നാൽ അയച്ചു തരുന്നതാണ്. ഇത് ഞാൻ പുസ്തകത്തിന്റെ ധാരണമായിട്ട് ഇതിനകത്ത് ക്ലാസ്സിൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സസ്യങ്ങളിലും കുറച്ച് പഴങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ക്രിസ്റ്റലുകൾ, ധാതുക്കളുടേതായിട്ടുള്ള മൈക്രോ ആയിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങൾ, ക്രിസ്റ്റലുകൾ രൂപത്തിൽ കണ്ടത്, മൈക്രോസ്കോപ്പിക്കലി കണ്ടത്, ചിത്രീകരിച്ചിട്ടുള്ള
വളരെ കൂടുതൽ ഒരു 900-ൽ പരം ചിത്രങ്ങൾ ഒറിജിനലായിട്ട് പിക്ചറൈസ് ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ കണ്ട് വായിച്ചെടുത്തത് അത് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പറയാനായിട്ടും കൂടി ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇത് നിങ്ങൾക്ക് കാണാമായിരിക്കും, നമ്മുടെ പാറ്റന്റിന് വേണ്ടി ഞാനൊരു മരുന്ന് അതിനെ അപേക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ബയോടെക്നോളജി എന്ന വിഭാഗത്തിൽ ഒരു ഇൻവെൻഷനായിട്ട് അത് ഒരു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പാറ്റന്റ്, ഇന്ത്യൻ പാറ്റന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ജേണലുണ്ട് കണ്ടോ, ഓഫീസ് ഓഫ് ദ കൺട്രോൾ ഇൻ പാറ്റന്റിന്റെ ഒരു ഓഫീസ് ജേണലാണ്, അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2024 ഇതിന്റെ പബ്ലിക്കേഷൻ. 24 ഇപ്പൊ 2 വർഷമായി, 18 മാസമാണ് ഇതിന്റെ വെയിറ്റിംഗ് ചാർജ്. അത് വെയിറ്റ് ചെയ്യണമെന്നാണ്. 18 മാസം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാമിനേഷൻ, ഇപ്പോൾ ആപ്ലിക്കേഷൻ വെയിറ്റിംഗ് ഫോർ എക്സാമിനേഷൻ എന്നുള്ള ആ പൊസിഷനിലാണ്. എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചോദിച്ചപ്പോൾ അവർ അയച്ചു തന്നതാണ്. അപ്പൊ ഇതും കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ അത് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ എന്തായി എന്ന് അല്ലെങ്കിൽ എന്നറിയണം താല്പര്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈനാമിക് പേഴ്സൺ എന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡൈനാമിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ, ചുറുചുറുക്കുള്ള വ്യക്തിത്വം, വളരെ ആക്റ്റീവ് ആയിരിക്കും. ഡൈനാമിക് എന്ന വേർഡ് ഫിസിക്സിൽ പറയുന്ന ഡൈനാമിക്സം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിനെ സംബന്ധിച്ചാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ്സ് വളരെ കൂടുതലായിട്ട് സസ്യങ്ങളുടേതായിരുന്നാലും മൃഗങ്ങളുടെ ആയിരുന്നാലും മനുഷ്യരുടെ ആയിരുന്നാലും മൂവ്മെന്റ്സിനെ സംബന്ധിച്ചാണ് ഇത് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഡൈനാമിക് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിന്റെ ആദ്യത്തെ രൂപം ഹിപ്പോക്രാറ്റിന്റെ കാലത്ത് മുതൽ ഉണ്ടായതാണ്. അന്ന് ഈ പഞ്ചഭൂതങ്ങൾ എന്നാണ് നമ്മുടെ സംസ്കാരത്തിന് അത് പറഞ്ഞു വന്നത്. 5 എലിമെന്റ് തിയറി. ഇതിൽ ചൈനീസിലാണെങ്കിൽ ഇത് 5 എലിമെന്റ് തിയറിയിൽ ഒരെണ്ണത്തിന്റെ പേര് മാറ്റം വരും എന്നേ ഉള്ളൂ. അവിടെയും 5 എലിമെന്റ് തിയറി തന്നെയാണ്. അതായത് എർത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, എർത്ത്, വാട്ടർ അല്ലെങ്കിൽ ജലം, പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം എന്നാണ് ഇതിനെ. പൃഥ്വി, അപ്പ് എന്ന് പറയുന്നത് വാട്ടർ, പൃഥ്വി ഭൂമി, തേജസ് തേജോ വായു, തേജസ് ഫയറാണ്, തേജു വായു എയർ, ആകാശം. ഈ ആകാശത്തിന്റെ ഭാഗമാണ് ഈതർ എന്ന് പറയുന്നത്. അപ്പൊ എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് എർത്ത്, ഇങ്ങനെ 5 എലിമെന്റ് ആണ് ഈ പൗരസ്ത്യമായിട്ട് പാശ്ചാത്യമായിട്ട് വളരെ കൂടുതലായിട്ട് ഉയർന്നു വന്നത്. നമ്മുടെ നാട്ടില് ഈ ഈതർ എന്ന് പറയുന്ന ഒരു കാര്യം, അതിന് ആകാശം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അത് വേറെ രൂപത്തിലാണ് നമ്മുടെ സംസ്കൃതിയിൽ വളർന്നു വന്നിട്ടുള്ളതെങ്കിലും ഞാൻ കൂടുതലായിട്ടും പുസ്തകങ്ങളിൽ അറിയുകയും എൻ്റെ ചെറുപ്പകാലങ്ങൾ മുതലേ ഞാൻ കൂടുതൽ ഒരു സംശയാസ്പദമായിട്ട് എന്താണ് ഈതർ എന്ന് ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഈതറിനെ കുറിച്ച് ഞാൻ കണ്ട കൺസെപ്റ്റ് എന്താണ് എന്ന് ഇപ്പോഴും എനിക്ക് ഒന്ന് റിവീൽ ചെയ്ത് പറഞ്ഞു തരാൻ ശരിക്കും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ ഈതർ എന്ന വാക്ക് ഇന്ന് ഞാൻ കൂടുതൽ എടുക്കാം. അതിന് ഉദാഹരണമായിട്ട് ഇപ്പോ ഈ സാൻഡ് ഓൺ ദ സീഷോർ നമ്മളെല്ലാവരും പറയാറുണ്ട്. ഈ ഐൻസ്റ്റീൻ വരെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മണൽത്തരിയാണ് സമുദ്രത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് ഈ കടലിന്റെ തീരത്ത് കിടക്കുന്ന വെറും ഒരു മണൽത്തരിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പ്രയോഗത്തിന്റെ ഇതെന്ന് ഞാൻ വേറെ രീതിയിൽ പറയുകയാണ്. ആൻഡ് ക്യൂറുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ അനേകം കിലോമീറ്ററുകളോളം ഒഴുകി വരുമ്പോൾ അതിൽ നിന്ന് കടന്നു വരുന്ന പാറകളും മണ്ണും, വലിയ പാറകൾ കഷ്ണങ്ങൾ അനേകം തവണ ആ തട്ടിയും മുട്ടിയും ഉരഞ്ഞും പൊടിഞ്ഞും ഈ താഴേക്ക് ഒഴുകി വന്ന് കടൽ തീരത്തെത്തുമ്പോൾ നിരന്ന് മണൽത്തരിയായി മാത്രം അവശേഷിക്കുന്ന ഒരു പ്രതിഭാസമാണ് മണലുണ്ടാകുന്നത്, അല്ലെങ്കിൽ മണൽത്തരി എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ അനേകം വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് സ്ഥിരമായി നിൽക്കുന്ന പാറകൾ അവിടെയുണ്ട് പുഴയിൽ. ഈ പാറകളുടെ അനുഭവമാണോ ഈ സാൻഡിന്റെ അനുഭവമല്ല. എന്നാൽ ഈ സാൻഡിന് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ സാൻഡിന് മുകളിൽ നിന്ന് വന്ന ചരിത്രത്തിൽ എല്ലാ അനുഭവങ്ങളും വേദനകളും അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ശരീരത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആ അവസ്ഥയുമായി കമ്പയർ ചെയ്ത് നമ്മളിത് കാണണം. ആ ജീവന്റെ മുകളിൽ നിന്നുള്ള ഒഴുക്ക് താഴേക്ക് അനുഭവത്തിന്റെ അനേക പാളികൾ കടന്ന് അനേകം ഉറച്ചു നിന്ന പാറകളെല്ലാം കണ്ടിട്ട് താഴേക്ക് ഒഴുകി അത് ഒടുവിൽ അതിന്റെ ശരീരത്തിന്റെ അവസ്ഥ വളരെ കുറഞ്ഞു
ഛിന്ന ഭിന്നമായി വളരെ ചെറുതായി വളരെ ശോഷിച്ച് ഒടുവിൽ ഒരു മണൽത്തരിയായി എങ്കിലും അതിൻ്റെ സീഷോറിൽ അതിനവശേഷിക്കാൻ സാധിച്ചു. അനേക വർഷങ്ങളായിട്ട് പാറകളായിട്ട് ഉറച്ചു നിന്ന വലിയ കൂറ്റൻ പാറകൾ ഇപ്പോഴും കുറേശ്ശെ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആ പാറകൾ ഈ കടന്നു വരുന്ന പുതിയ പുതിയ പെബിൾസിനെ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. പകരം ഇങ്ങനെ ജീവന്റെ ഒഴുക്ക് പോലെ ധാരാളമായിട്ട് വർഷങ്ങളോളം ഇത് പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇനി ഇത് ഞാൻ നമ്മളെല്ലാം ഈ ജനിക്കുമ്പോൾ പാറകളായി ഒഴുകുന്ന ജലത്തിൽ ക്രമേണ ചുറ്റുമുള്ള പാറകൾ മഹാവ്യക്തികളായിരിക്കുന്നുവെങ്കിലും അനേക കാലാന്തരത്തിൽ അനേകമായിട്ട് അലിഞ്ഞ് ഒരു മൺതരിയായി മാറുന്നു. ഇതാണ് ജീവന്റെ അവസ്ഥ. നാം തീരത്ത് അണിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് നാം പറയുകയാണ് ഈ ഒരു മണൽത്തരിയായി ഞാൻ തീർന്നിരുന്നെങ്കിൽ എന്ന്. ഇതുപോലെ പരിശുദ്ധമായി തീർന്നിരിക്കുന്നെങ്കിൽ എന്നും അവിടെ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ക്യൂറിന്റെയും ആരോഗ്യത്തിന്റെയും അവസ്ഥയെക്കുറിച്ച് വെറുതെ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ഇതിന്റെ ഒരു ലെവലിലാണ് ഈതർ എന്ന് പറയുന്ന ഒരു സംഭവം എലിമെന്റലായിട്ട് കാണാൻ കഴിയണം. ഇപ്പോ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഈ ഈതർ എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല. പഴയ പുസ്തകങ്ങളെല്ലാം മെഡിസിനും ആയുർവേദത്തിന്റെയും ഫിലോസഫിയുടെയും പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ ഈതറിനെ കുറിച്ച് ധാരാളമായിട്ട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അനേകം ഫിലോസഫേഴ്സ് ഈ ഈതറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈതർ എന്താണ്? ഈതർ എന്ന് പറഞ്ഞാൽ തോട്ട്സ് ആണ്, വിചാരങ്ങളാണ്, ഇമോഷൻസ് ആണ്. ഇമോഷൻസ് നമ്മുടെ അനുഭവങ്ങളാണ്. അതുപോലെ ഈ തോട്ട്സ്, ഇമോഷൻസ് അതെല്ലാം തന്നെ ഈ ഈതറിന്റെ ഭാഗത്താണ് വരുന്നത്. ഇനി മെഡിറ്റേഷനും ഈ ഈതറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നാം മെഡിറ്റേറ്റ് ചെയ്യുന്നു, നാം പ്രാർത്ഥിക്കുന്നു, നാം മന്ത്രങ്ങൾ ഉരുവിടുന്നു, നാം സൗണ്ടിനെ പല രൂപത്തിലാക്കി ആരാധനയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നാം അത് വൈബ്രേറ്റ് ചെയ്ത് സംഗീതമാക്കുന്നു. ഈ വൈബ്രേഷൻസ് അനേക തരത്തിലാക്കി മാറ്റിയെടുക്കുന്നു. അനേക തരം വൈബ്രേഷൻസ് ഉണ്ട്. ഇതെല്ലാം മെഡിറ്റേഷന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിലും അതല്ല പ്രകൃതിയിൽ നിന്നാണെങ്കിലും എല്ലാം ഈ ഈതറിന്റെ ഭാഗത്താണ് വരുന്നത്. ഈതർ ആകാശം എന്ന ഭാഗത്താണ് ഉള്ളത്. അപ്പം പൃഥ്വി, തേജോ, വായു, ആകാശം എന്ന് പറയുന്ന ആകാശമാണ് ഈതർ. എന്നൊരിക്കലും ഇന്ന് ഈതറിനെ കുറിച്ച് ഒന്നും കേട്ടുകഴിയുകയില്ല, ആരും കണക്കാക്കുന്നില്ല. കാരണം ഈതറിനെ കുറിച്ച് ഇത് കണ്ടുപിടിച്ച ആ കാലത്ത് ഈതറിനെ ലൈറ്റിന്റെ ഇരിപ്പിടമായിട്ടും അല്ലെങ്കിൽ സഞ്ചാരപഥമായിട്ടും ശബ്ദത്തിന്റെയും കൂടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം പിൻകാലത്ത് അതൊക്കെ ഈ സയന്റിഫിക് ആയിട്ട് ശബ്ദം പ്രത്യേകമായി സഞ്ചരിക്കുന്നതിന് മീഡിയ വേണം, ലൈറ്റിന് മീഡിയ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മീഡിയയുടെ ഭാഗത്തൊക്കെ പോയി. പിന്നെ മീഡിയം എന്നുള്ളത് മാത്രമല്ല ബ്ലാക്ക് എനർജി എന്നൊക്കെ പറഞ്ഞു പോയി. ഇങ്ങനെ ഇപ്പോൾ അനേകമായി മാറിക്കിടക്കുന്നുവെങ്കിലും ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൺസെപ്റ്റ് ശരിക്കും അത് ഒരു എക്സിസ്റ്റൻഷ്യൽ എവിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈതർ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവന്റെ ഭാഗത്ത് ഉള്ള ഒരു ഇതാണത്. അതിന് കാരണം ബോഡിയിൽ അന്ന് പറഞ്ഞിരുന്നത് ആളുടെ ഹോളോ ട്യൂബ്സ് ഈതർ എന്നാണ്. ബോഡിയിലുള്ള ഹോളോ ആയിട്ടുള്ള ട്യൂബ്സ് എല്ലാം ഈതർ. ഇത് മൈൻഡ് എന്ന് പറയുന്നത് ദ സൈലന്റ് അവയർനെസ് വാച്ചസ് അവർ തോട്ട്സ് എന്നാണ് അന്നത്തെ ഒരു കൺസെപ്റ്റാണ്. മൈൻഡ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. എങ്ങനെ? സൈലൻസിനെ വാച്ച് ചെയ്യുന്ന, അതായത് നമ്മുടെ സൈലന്റ് ആയിട്ട് നമ്മുടെ വിചാര വിധികളെ വാച്ച് ചെയ്യുന്ന ഒരു അവയർനെസ് ആണ് മൈൻഡ്. അപ്പോൾ തോട്ട്സ് ഉണ്ട്, അത് സൈലന്റ് ആണ്. വളരെ അവെയറാക്കി വെക്കുന്നത് ഈ മൈൻഡിന്റെ പ്രവർത്തനം കാരണമാണ്. ഇങ്ങനെയും കാണാം. എന്തായാലും ഈ സെന്റൻസ് ദ സൈലന്റ് അവെയർനെസ് വാച്ചസ് അവർ തോട്ട്സ്, അതെ ആയുർവേദത്തിൽ ഇതിനെ ഈതറിനെ പറയുന്നത് ഈതർ പ്ലസ് എയർ, വായുവും ആകാശവും കൂടെ ചേരുന്നതാണ് വാദം എന്ന് പറയുന്നത്. വാദം. അപ്പൊ കൂടുതലായിട്ട് അധികം വാദം ഉണ്ട് എങ്കിൽ എന്ത് ഓവറായിട്ട് ഈതർ വരുമ്പോഴാണ് ഓവർ തിങ്കിങ്, ഭയം, ഉറക്കമില്ലായ്മ, റെസ്റ്റ്ലെസ്നെസ്, ഇങ്ങനെയുള്ള കംപ്ലൈൻസ് വരുന്നത് എന്നതാണ് അടുത്ത ഒരു കൺസെപ്റ്റ് അല്ല. അതൊക്കെ അന്നത്തെയും ഇന്നത്തെയും പല ടെക്സ്റ്റ് ബുക്കുകളിൽ അവാന്തരമായിട്ട് അനേകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്ന് നമുക്ക് ഇന്ന് ഈ രൂപത്തിൽ എത്തിച്ചേർന്നു. ഇനി ഈതറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ മെഡിക്കൽ സ്റ്റുഡൻസ്, സ്കോളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഈ ഈതറിനെ കുറിച്ച് കേട്ടിരിക്കാൻ ഇടയുണ്ട്. നമ്മൾ തന്നെ ഈതറാണോ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫില്ലപ്പ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
നമുക്ക് നല്ല രീതിയിൽ ഒരു വാക്ക് കേട്ട് സന്തോഷം, അതാ നന്നായിട്ട് വളരെ പ്രയാസപ്പെട്ട് സൂക്ഷിച്ച് ആരോഗ്യാവസ്ഥ തന്നെ വളരെ മോശമായി ഇങ്ങനെ വ്യയമായിട്ട് വായുവും ഇല്ല, ഋത്തുവില്ല, പൃഥ്വിയെല്ലാം ഉണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എൻട്രൻസിന്റെ റിസൾട്ട് വന്നു, എൻട്രൻസിന് ഹൈ മാർക്ക്, അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വലിയ നല്ലൊരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട വന്ന് കൊണ്ടുവന്നു, നമുക്കത് ഗിഫ്റ്റായിട്ട് കിട്ടി, അതല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രസൻസ് നന്നായിട്ട് വരുന്ന ഒരു പ്രസൻസ് കിട്ടിയ പെട്ടെന്ന് ഫില്ലപ്പ് ആവുന്നത് എന്താണ്? പ്ലഷറാണ്. ആ പ്ലഷർ ആണോ ശരിക്കും വരുന്നത്? അല്ല, ബോഡി നന്നായിട്ട് അങ്ങ് ഫിറ്റ് ആവുന്നു, ഫില്ലപ്പ് ആവുന്നു, ആ പെട്ടെന്ന് എനർജീസ് ആവുന്നു. നല്ലൊരു വാർത്ത കേട്ടാൽ ഉറങ്ങിക്കിടന്ന ഇത്ര ശുഷ്കിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആളും പെട്ടെന്ന് അങ്ങോട്ട് കുതിർന്ന് വളർന്ന് നന്നായിട്ട് അങ്ങ് ഫില്ലപ്പ് ആവും. അത് എന്താ ഫില്ലപ്പ് ആവുന്ന? വാട്ടർ അല്ല, പെട്ടെന്ന് വാട്ടർ ആവാൻ എവിടുന്ന ബോഡിയിൽ വാട്ടർ? നമ്മൾ വെള്ളമൊന്നും കൊടുത്തില്ല, എയർ ഒന്നുമല്ല. പിന്നെ എന്താണ്? അത് ഈതറാണ്. അതാണ് ഈതർ. ഈതർ എന്ന് പറയുന്ന കെമിക്കലുണ്ട്, ഇത് എന്ന് പറയുന്നത് വേറൊന്നാണ്. അത് പിൽക്കാലത്ത് അങ്ങനെ ഒരു സാധനവും കണ്ടെത്തി, അത് മയക്കുന്നതിനും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി തോട്ട്സ്, എമോഷൻസ്, മെമ്മറി അപ്പിയർ ചെയ്യുന്നതും ഡിസപ്പിയർ ചെയ്യുന്നതും എല്ലാം ഈ ഈതറിന്റെ ഭാഗത്തുള്ളതാണ്. പിന്നെ സ്പീഡ് ഓഫ് തോട്ട്സ് എന്ന് പറയുന്നതും ഈതറിന്റെ ഭാഗത്തു നിന്നാണ്. ഈതർ നന്നായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ തോട്ട്സിന് സ്പീഡ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് നാൾക്ക് മുമ്പേ എടുത്തു വെച്ചിരുന്നതാണ്. ഇതെല്ലാം സസ്യങ്ങളുമായിട്ട് എന്ത് ബന്ധമുള്ളതാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഞാൻ അവസാനം കൊണ്ടൊന്നും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സസ്യങ്ങളിലും ജീവന്റെ ഭാഗത്ത് കൊണ്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് കാണാനും കഴിഞ്ഞു. അതുകൊണ്ടാണ്. അടുത്ത് അന്നത്തെ കാലത്ത് ഹിപ്പോക്രാറ്റിന്റെ കാലത്തൊക്കെ ഹ്യൂമേഴ്സ് എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമേഴ്സ് കുറഞ്ഞു മോശമാണ്, അതുകൊണ്ടാണ് ബ്ലഡ് നെറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് മുറിവേൽപ്പിക്കുന്നത്, അതുകൊണ്ടാണ് പല കീറി മുറിച്ചുമൊക്കെ പീഡിപ്പിക്കുന്നത്, അടിച്ചും മറ്റുമൊക്കെ. അതുകൊണ്ട് അങ്ങനെ അപ്പം നമ്മള് അങ്ങനെയുള്ള അനേകം ചികിത്സാ പദ്ധതികളെല്ലാം വന്നത് ഈ ഹ്യൂമേഴ്സ് ആണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്ന ഒന്ന്. അപ്പൊ എന്താണ് ഹ്യൂമേഴ്സ് എന്ന് അന്ന് കാലത്ത് പറഞ്ഞത്? ഇപ്പം ബ്ലഡ് എത്ര തരത്തിലാണ് ഹ്യൂമേഴ്സിൽ വരുന്ന ഡിഫക്റ്റ് എന്ന് ഞാൻ ആദ്യം പറയാം. ഒന്ന്, രക്തത്തിൽ വരുന്നത് സാങ്ക്വിൻ എന്നാണ് പറയുന്നത്. അതിൽ വായു, സ്പ്രിങ് ആൻഡ് ഹോട്ട് മോയിസ്റ്റ് നാച്ചർ, ഇതാണ് സാങ്ക്വിനിന്റെ ഹ്യൂമറിന്റെ പ്രത്യേകത. നമ്മൾ ഈ സാങ്ക്വിൻ നമ്മൾ അതിന് ടെമ്പറമെന്റ് എന്ന് പറയുന്നു. ഇനി ഫ്ലഗ്മാറ്റിക്, കഫപ്രകൃതി, നമ്മുടെ ശരീര പ്രകൃതിയിൽ നാം പറയുന്ന ടെമ്പറമെന്റ് കഫപ്രകൃതി. അതെന്താണ്? വാട്ടറാണ്, വിന്ററാണ്, ആൻഡ് എ കോൾഡ് വെറ്റ് നാച്ചർ. ഇതാണ് ഫ്ലം. അന്നത്തെയാണ്, വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതായത് BC-ക്ക് ഉള്ള ഇവരുടെയൊക്കെ കാലത്തുള്ളതാണ്. ഹിപ്പോക്രറ്റ്സിന്റെയും അരിസ്റ്റോട്ടലിന്റെയൊക്കെ കാലത്തെ ഉള്ള ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇനി യെല്ലോ ബൈൽ, അതായത് കോളറിക് എന്നാണ് അതിനെ പറയുന്നത്. അത് ഫയർ തീ തന്നെയാണ്, അഗ്നി. സമ്മർ ആൻഡ് ഹോട്ട് ഡ്രൈ നാച്ചുറാണ്. ഇത് കോളറിക് ടെമ്പറമെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇത് യെല്ലോ ബൈലായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്ലാക്ക് ബൈൽ എർത്ത്, ഓട്ടം ആൻഡ് എ കോൾഡ് ഡ്രൈ നാച്ചുറാണ് ഈ ബ്ലാക്ക് ബൈൽ എന്ന് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഹ്യൂമേഴ്സ് ഡ്രൈ നാച്ചുറൽ. ഇപ്പൊ കാണാമെന്ന് തോന്നുന്നു ഇതല്ലേ? കുറച്ചുകൂടെ ചെറുതാക്കി ഡ്രൈ നാച്ചുറൽ. ഇനി അടുത്തത് വളരെ വലിയൊരു വേർഡാണ്, എന്നാൽ ഇത്ര നിസ്സാരമാണ്. കോൺഷ്യസ്നെസ്. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മള് അബോധ മനസ്സില് രണ്ട് മനസ്സ്, ഉപബോധ മനസ്സെന്ന് രണ്ടുണ്ട്. ഇത് രണ്ടിനേക്കാളും അപ്പർ സുപ്രീമായിട്ടുള്ള ഒന്നാണ് കോൺഷ്യസ്നെസ്. അപ്പൊ ഞാൻ കുറച്ച് സൈക്കോളജി വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിന്റെ സംതൃപ്താവസ്ഥയ്ക്കും സമൂഹത്തിനും സാമൂഹികാരോഗ്യത്തിനും എല്ലാം പ്രധാനമായിട്ട് വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധ ആണ്. അത് കാരണം ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിനാണ് നാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം കാലഹരണപ്പെട്ടു പോയി. നമുക്ക് പ്രവൃത്തി പദത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ആക്റ്റീവായിട്ട് എന്തൊക്കെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നത് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ശ്രദ്ധ.
ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ശ്രദ്ധയല്ല, മറിച്ച് കോൺഷ്യസ്നെസ് ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധയില്ലാതെ സാധിക്കില്ലെന്ന്. അപ്പൊ കോൺഷ്യസ്നെസ്സിന്റെ ഒരു റിസൾട്ടാണ്, ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലവറാണ് ശ്രദ്ധ. ഈ കോൺഷ്യസ്നെസ് നമ്മുടെ അവബോധ മണ്ഡലം, നമുക്ക് ബോധമണ്ഡലം അനേകമായിട്ട് സുപ്രീമസി ആയിട്ടുള്ള ഒരു സോളിന്റെ ഭാഗത്ത് ഉറഞ്ഞിരിക്കുകയാണ്. അതാണ് സോളിന്റെ ഭാഗത്താണ്, സ്പിരിറ്റ് അല്ല. മറിച്ച് ബോഡി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ എർത്തും ഈ പൃഥ്വി, തേജോ, വായു, ആകാശങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ അവസ്ഥയാണ്, സന്തുലിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അതിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് എല്ലാവരും ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അനേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവയർനെസ് എന്താണ്? നാം ആരോഗ്യമുള്ളവർക്ക് മാത്രം വരുന്ന ഒരു അവസ്ഥയാണ് അവയർനെസ്. ജീവനുള്ളപ്പോൾ അവയർനെസ് ഉണ്ടായിരിക്കും, പക്ഷെ ആരോഗ്യമുള്ള ഒരാളുടെ അവയർനെസ് അല്ല ആരോഗ്യമില്ലാത്ത ഒരാളുടെ അവയർനെസ്. ശരീരത്തിന്റെ സുഖം എന്ന് പറയുന്നത്, ശരീരത്തിന് ഒരു സുഖമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യാവസ്ഥയിൽ ഈതർ ഇല്ലായിരിക്കുമ്പോൾ ഒരു സുഖമാണ് ശരീരത്തിന്. ഈ പഞ്ചഭൂതങ്ങളും സന്തുലിതമായിട്ടിരിക്കുമ്പോൾ ശരീരത്തിന് വരുന്ന അവസ്ഥയാണ് സുഖം, ആരോഗ്യം. ഹിതം, സുഖം, അഹിതം, ദുഃഖം എന്നാണ്. അപ്പം ഹിതമായിട്ടിരിക്കുന്ന ഈ അവയർനെസ് നമുക്ക് ആരോഗ്യത്തിന്റെ അളവാണ്. ഇതാണ് നാം സ്വയം അറിയുന്നത്. എപ്പോഴും നാം നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ ഏതാണ് ഈ അവയർനെസ്സെ കുറിച്ച് പറയുന്നത്. ഇതിന് സ്പേസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം ഈതറിന്റെ ഭാഗത്താണ് വരുന്നത് കൂടുതലായിട്ടും. അതാണ് വേറൊരു കാര്യം, ജനറലായിട്ട് ഹ്യൂമറിന്റെ ഭാഗത്ത് വരുന്നതാണ്. സ്പേസ് ഓഫ് ദ മൈൻഡ്, മൈൻഡിന് സ്പേസ് ഉണ്ടെന്ന്, ആ സ്പേസ് ഓഫ് ദ മൈൻഡ്. ഇനി ഇതിലെല്ലാം വരുന്ന ഇൻബാലൻസിനെയാണ് ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്. ആർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയില്ല. ഒരു 10-15 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 60% ചെറുപ്പക്കാർക്കും ഫുഡിന്റെ ലാക്ക് കൊണ്ടോ, യാത്രയുടെ അധികം കൊണ്ടോ, പഠനത്തിന്റെ ഭയങ്കരമായ വൈകല്യം കൊണ്ടോ, മാനസികമായ ഉപയോഗങ്ങൾ കൊണ്ടോ, വ്യർത്ഥമായി ഉപയോഗിക്കാതെ എനർജി ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആകാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ എംപ്റ്റിനെസ് വരുന്നതെന്നാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് എംപ്റ്റിനെസ് അനുഭവപ്പെടുന്നുണ്ട്. എംപ്റ്റിനെസ് തന്നെയാണ് മഹാഭാരികൾ പോലും നമ്മളെ ശരിക്കും മാനസികമായിട്ട് ചൂഷണം ചെയ്ത് നമ്മെ ഡിപ്പെൻഡന്റ് ആക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഈ എംപ്റ്റിനെസ്. എന്താണ് എംപ്റ്റിനെസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിന്റെ എംപ്റ്റിനെസ് അല്ല, മറിച്ച് ശരീരത്തിന്റെ കൂടി എംപ്റ്റിനെസ് ആണ്. നമ്മുടെ ആശയങ്ങൾക്ക് എംപ്റ്റിനെസ് വരുന്നു, നമ്മുടെ ദാരിദ്ര്യം, അതായത് മനസ്സിന്റെ ദാരിദ്ര്യം, ഇനി ആശയങ്ങൾക്ക് ദാരിദ്ര്യം, സങ്കല്പത്തിന് ദാരിദ്ര്യം, മനസ്സിന് സ്നേഹത്തിനൊന്നും ഓരോ ഇതുമില്ല, എല്ലാം ദാരിദ്ര്യമാണ്. അത്ര എംപ്റ്റിനെസ്. അത് സ്പേസ്ഡ് ഔട്ട് എന്ന ആ വേർഡിന് വേണ്ടിയാണ് ഇത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈതർ സ്പേസ്ഡ് ഔട്ട് ആയിപ്പോയി. നമ്മുടെ സ്പേസിൽ നിന്ന് നമ്മുടെ ഈതർ പുറത്തു പോയി, ഈതറിന്റെ ശക്തി കുറഞ്ഞു പോയി. അതിന് പല കാരണങ്ങളാണ്. പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഈതർ നഷ്ടപ്പെടുന്നത്, ശരിക്കും പറഞ്ഞു ഈതറാണ് നഷ്ടപ്പെടുന്നത്. പ്രാർത്ഥിക്കുമ്പോഴോ ഈതർ നമുക്ക് ലഭിക്കുകയാണ്, ഈതർ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുകയാണ്. അതിന്റെ ഈ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ, ആങ്സൈറ്റി, ഡ്രൈനെസ്, ഡെഫ്നെസ്, ഇതൊക്കെ ആണ് ഇതിന്റെ സിംറ്റംസ്. ഈ ടെമ്പറമെന്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഡോക്ടർ, ഞാൻ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിക്കുന്നത് ഈ അടുത്ത കാലത്ത്. ഡോക്ടർക്ക് നമ്മുടെ ഐസക് സാറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ ഈ ടെമ്പറമെന്റ്സിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കുറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചായിട്ടുള്ളത് മറ്റൊരു ബുക്കിലും കാണാത്തത് മെരിറ്റ്സ് ഓഫ് ടെമ്പറമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഫ്ലെഗ്മാറ്റിക് ടെമ്പറമെന്റ് എന്ന് പറയുന്നത് ഫ്ലംനെ ഉദ്ദേശിച്ചുള്ളതാണ്. അത് സ്ലോ ആയിരിക്കും, ഡള്ളായിരിക്കും, അതിന്റെ സ്ലഗ്ഗിഷ് ആക്ഷൻ ആയിരിക്കും, വീനസ് സ്റ്റേസിസ് ഉണ്ടായിരിക്കും. ദേ ആർ കാം ആൻഡ് സ്റ്റഡി, റാദർ അൺഇമോഷണൽ. കണ്ടോ? പിന്നെ ഹാവ് എ പ്ലാസിഡ് അൺഈവൻഫുൾ ലൈഫ് ഡിവോയ്ഡ് ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ടെർമോയിൽ. കുറച്ച് കാമായിരിക്കുന്ന നല്ല ഒരു ടെമ്പറമെന്റ് ആണ് ഒരുപക്ഷെ ഫ്ലെഗ്മാറ്റിക് ടെമ്പറമെന്റ്. ഇതിന്റെ മെരിറ്റിനെ കുറിച്ചാണ് പിന്നെയും പറഞ്ഞിരുന്നത്. കൽക്കറി കാർബ്, ഒറേറ്റ കാർബൊക്കെ ഈ ഫ്ലെഗ്മാറ്റിക് ടെമ്പറമെന്റ് ആണ്. ഇൻഡിവിജ്വൽസ് എപ്പോഴും പ്ലസന്റ് ആയിരിക്കും, പാസീവ് ആയിരിക്കും, സെറീൻ ആയിരിക്കും, നല്ല കാമായിരിക്കും, ചിയർഫുൾ ആയിരിക്കും, കംഫോർട്ടിങ് ആയിരിക്കും, ഡിപ്ലോമാറ്റിക് ആയിരിക്കും, ഡെലിജന്റ് ആയിരിക്കും, ഹോം ലവിങ് ആയിരിക്കും, പിന്നെ എഫിഷ്യന്റ് ആയിരിക്കും, വിർച്വസ് ആയിരിക്കും, ജെന്റ്ലി ഹ്യൂമറസ് ആൻഡ് പീസ്ഫുൾ. എത്ര നന്നായിട്ടുള്ള ഒരു ടെമ്പറമെന്റ് ആണെന്ന് ആലോചിച്ചത്. ദാറ്റ് ഈസ് ഫ്ലെഗ്മാറ്റിക് ടെമ്പറമെന്റ്. ഇനി ഡീമെറിറ്റ്സും ഉണ്ട്. ഈ ഫ്ലെഗ്മാറ്റിക്കിന് അവർ സെൽഫിഷ് ആയിരിക്കും, ലേസി ആയിരിക്കും, ഡള്ളായിരിക്കും, ഇൻഡിസിസീവ് ആയിരിക്കും, ഫെയിന്റ് ഹാർട്ടഡ് ആയിരിക്കും, ഇൻഡിഫറന്റ് ആയിരിക്കും, സെൽഫ് റൈറ്റ്ഷ്യസ് ആയിരിക്കും, മീക്ക് ആൻഡ് ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. അങ്ങനെ ചെറിയ ഒരു ഡിഫക്റ്റും ഉണ്ട്. ഇനി മെലങ്കോളിക് ടെമ്പറമെന്റ് ഇതേപോലെ തന്നെ പറയുന്നത് ഗ്ലൂമിനെസ് ആയിരിക്കും, പിന്നെ ദേ ആർ സാഡ് ആണ്, പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് ആണ്,
വേൾഡ് ക്രിയേറ്റഡ് ബൈ ദെയർ ഹോപ്സ് എന്നാണ്. അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കൊണ്ട് അവരുടെ ലോകത്തെ നിർമ്മിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ആസ്പിറേഷൻസിന്റെ ഡ്രീംസിനെല്ലാം മുങ്ങി അങ്ങനെ ജീവിക്കുകയാണ്. ആൾവേസ് വറീഡ് ആൻഡ് സംടൈംസ് ഇറിറ്റബിൾ. ഇതാണ് മെലങ്കോളിക് ടെമ്പറമെന്റിന്റെ പ്രത്യേകത. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്, അതിന് മെറിറ്റ്സ് ഉണ്ട്. ദേ റിസർവ്ഡ് ആയിരിക്കും, നല്ല റിസർവ്ഡ് ആയിരിക്കും, ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും, കണ്ടംപ്ലേറ്റീവ് ആയിരിക്കും, സെൽഫ് കൺട്രോൾഡ്, സ്ട്രോങ് വിൽഡ്, പേഷ്യൻസ്, ദെൻ കോൺക്രീറ്റ്, എലിജന്റ്, പ്രൗഡ്, റിസോഴ്സ്ഫുൾ ആൻഡ് അനലിറ്റിക്കൽ. ഇവർ ആരായിരിക്കാം? ഇവരൊക്കെ സമൂഹത്തിൽ ആർക്കായി വരാൻ എന്നുള്ള ടെമ്പറമെന്റ് ആണ്. എത്ര നല്ലൊരു ടെമ്പറമെന്റ് ഇതാണ് മെറിറ്റ്സ്. ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എപ്പോഴും. അതായത് എല്ലാം കൊണ്ട് 90 മാർക്കിന് പരീക്ഷ എഴുതിയിട്ട് 40 മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു, ജയിക്കുമോ എന്തോ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ കേട്ടാൽ അതെന്താണത്? അത് പറയാം എന്തിനു കൊള്ളാം. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിമെറിറ്റ്സ് കൊണ്ട് ദേ ആർ പെസിമിസ്റ്റിക്, ഗ്ലൂമി, കോൾഡ്, റിവെഞ്ച്ഫുൾ, ബോർഡ്, സെൽഫ് സെന്റേഡ്, ക്രിട്ടിക്കൽ, സസ്പീഷ്യസ്, ഫോബിക്, ടാസിറ്റേൺ ആൻഡ് അരോജന്റ്. ഇതേപോലെ ഈ സാങ്കിൾ ടെമ്പറമെന്റ്, അതുപോലെ തന്നെ നെർവസ് ടെമ്പറമെന്റ്, ബിലിയസ് ആൻഡ് കോളറിക് ടെമ്പറമെന്റ്, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഡോക്ടറുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് ഇത് പറയുന്നുണ്ട്. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബുക്കിൽ മാത്രമാണ് ഈ ഡിമെറിറ്റ്സും മെറിറ്റ്സും കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ഡോക്ടർ ഐസക് സാറിന്റെയാണ്, ജോസൈസ്. അപ്പൊ ഇത് ഞാൻ ആക്സിഡന്റലായിട്ടല്ല, ഇത് ഞാൻ കാണുന്ന ഈ ക്ലാസ്സിന് വേണ്ടി നോക്കിയപ്പോൾ കുറച്ച് കൂടുതൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടെമ്പറമെന്റ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഇതുണ്ട്, ഡയത്തീസിസ് നമ്മൾ പറയുന്നുണ്ട്. എന്താ ഡയത്തീസിസ്? ഹെറിഡിറ്ററി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രിഡിസ്പോസിഷൻ. കുറച്ച് രോഗങ്ങൾക്ക് അവരടിമയായി വരുന്നതിന് വേണ്ടിയുള്ള വഴി അവരുടെ ജീവിതത്തിൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ജന്മന അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ശാരീരികമായ പ്രകൃതി വഴി അവർക്ക് കിട്ടുവരുന്നു. ഈ ടെക്സ്റ്റിന്റെ ഈ ടെമ്പറമെന്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. നല്ല ഒരു എക്സ്പ്ലനേഷനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറമെന്റ്സും നേരത്തെ പറഞ്ഞ ഹ്യൂമേഴ്സുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഇത് വളരെ കാലങ്ങളായിട്ട് ചികിത്സയുടെ ഭാഗത്ത് ഹോമിയോപ്പതിയിൽ പറയുന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ കാലക്രമേണ ഇതിലേക്ക് വന്നു ചേർന്നാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, ചികിത്സയ്ക്ക് ആകെ കൂടി വേണ്ടി വരുന്ന നിസ്സാരം ചില കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടെമ്പറമെന്റും കോൺസ്റ്റിറ്റ്യൂഷനും ഡയത്തീസിസും എന്നുള്ളതാണ് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും സമയം ഇത് പറഞ്ഞത്. ഈ ഡയത്തീസിസ് ബുക്ക് ഇത് ജോസൈസ് സാറിന്റെ തന്നെയാണോ? ഡയത്തീസിസ് വേറെയാണ്. ഡയത്തീസിസ് ഇതിനകത്ത് പറയുന്നുണ്ട്, ഡയത്തീസിസിനെ കുറിച്ചും പറയുന്നുണ്ട്. അല്ല, അത് ആര് ഓദർ ആര്? അത് ഈ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഓർക്കുന്നില്ല. ഇതിനകത്ത് ഈ ഡയത്തീസിസിനെ കുറിച്ച് സാർ ഇതിനകത്ത് അത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനും ടെമ്പറമെന്റും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു. പേജ് കണ്ടില്ലേ, 11ാമത്തെ പേജിൽ ഡയത്തീസിസ് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ. അതേപോലെ തന്നെ സസെപ്റ്റിബിലിറ്റി, നല്ല ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് സസെപ്റ്റിബിലിറ്റി. ഞങ്ങൾക്കൊക്കെ ഐസക് സാർ ഉണ്ടായിരുന്നപ്പോൾ ക്ലാസ്സിൽ ഈ ക്ലാസ് കറക്റ്റായിട്ട് ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം കണ്ടുപോകാൻ ഇങ്ങനെ ഒക്കെ വായിച്ചാൽ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകാൻ വലിയ പാടാണ്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു എളുപ്പമുണ്ട്. ആ ഡയത്തീസിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഏതോ ബുക്കിൽ നിന്നാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡയത്തീസിസ്. അതായത് ഡയത്തീസിസ് നമുക്ക് ട്യൂബർക്കുലർ ഡയത്തീസിസ്, ലിംഫാറ്റിക് ഡയത്തീസിസ്, യൂറിക് ആസിഡ് ഡയത്തീസിസ്, ഹെമറേജിക് ഡയത്തീസിസ്, ഡിസ്ക്രാറ്റിക് ഡയത്തീസിസ്, ഇത്രയും ഡയത്തീസിസ് ആണെന്നുള്ളത്. ഹെറിഡിറ്ററി ആയിട്ട് ഒരു പ്രിഡിസ്പോസിഷൻ ടു എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡിസീസസ് ആണ് ഈ ഡയത്തീസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉദാഹരണത്തിന് ലംബി, തിക്ക് വൈറ്റ് ചീസ്, ഈസ്റ്റ് ഓർ ഫംഗൽ, ഓർഡർ, കളർ, ബയലാറ്ററൽ വെജിനസസ്, ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സായിട്ടുള്ള ഡിസീസസ് ഒക്കെ വരുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡയത്തീസിസ് തന്നെ കാരണമുണ്ട്. ഇപ്പോൾ ഡയത്തീസിസ് ഉണ്ട്. ഇപ്പോൾ ട്യൂബർക്കുലർ ഡയത്തീസിസ്, നമ്മൾ ട്യൂബർക്കുലോസിസ് മയാസത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിലും ഈ ഡയത്തീസിസ്, ട്യൂബർക്കുലോസിസ് വളരെ നാളുകൾക്ക് മുമ്പേ ഉണ്ട്. ലിംഫാറ്റിക് ഡയത്തീസിസ് അറിയാത്ത ഒരു ചികിത്സകരും മുൻകാലങ്ങളിലേ ഇല്ല. യൂറിക് ആസിഡ് ഇപ്പോഴും നമുക്ക് അറിയാം. അത് ഡയത്തീസിസ് എന്ന് പറയുന്ന ബേസിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ യൂറിക് ആസിഡ് നന്നായിട്ട് മാറും. ഹെമറേജിക് ഡയത്തീസിസ്, ഡിസ്ക്രാറ്റിക് ഡയത്തീസിസ് എന്ന് പറയും. ഞാൻ പ്ലാന്റ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി സമയം കുറച്ചേ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡൈനാമിസം ഇൻ പ്ലാന്റ്സിനെ കുറിച്ച് പെട്ടെന്ന് പറയാം.
ഈ എവോറൽ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് എവോറൽ എന്ന് പറയുന്നത് ഒരു നമുക്ക് ഫുഡിന്റെ ഭാഗത്തുള്ളതാണ്. പ്ലാന്റ്സിന് ഫുഡ് തേടി പോകുന്നതിന് വേണ്ടിയുള്ള ആ പ്ലാന്റ്സിന്റെ പ്രവണത, അതാണ് ഡൈനാമിസം പ്ലാന്റ്സിൽ വരുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത് ഫിസിയോളജിക്കലായിട്ടുള്ള പ്ലാന്റ്സിന് ഡൈനാമിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫിസിയോളജിക്കലായിട്ട് മൂവ്മെന്റ്സ്, അതിന്റെ എല്ലാ ചലനങ്ങളും ഫിസിയോളജിക്കലായിട്ടുള്ള ചലനങ്ങൾ തന്നെ ഉള്ളതാണ്. ജീവനുടെ ഭാഗത്ത് ഫിസിയോളജിക്കലായിട്ടുള്ള മൂവ്മെന്റ്സ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്സ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. ഇപ്പോൾ ഇത് ഈ ഡൈനാമിസത്തിന്റെ ഭാഗത്ത് വരുന്ന കാര്യമാണ്. ഇപ്പോൾ പ്ലാന്റ്സിന് സ്ട്രക്ചറലായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുപ്പിയിൽ വളച്ച് വെക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് വളഞ്ഞ് തന്നെ പോകും, അതിന് സ്ട്രക്ചർ മാറിപ്പോകില്ല. പിന്നെ ഉയർത്തിയാണ് വെക്കുന്നതെങ്കിൽ അതുപോലെ പോകും. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഒരു കപ്പിനകത്താക്കി അടച്ചു വെച്ച് നോക്കും, ആ ഫ്രൂട്ട് കപ്പ് പോലെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നില്ലേ. അതെന്തുകൊണ്ടാണ്? ഇതാണ്, ഈ ഡൈനാമിസമാണ്. സ്ട്രക്ചറൽ ഡൈനാമിസം എന്ന് പറയുന്ന ആ ഒരു ഭാഗം ജീവന്റെ ഭാഗത്ത് ഈ പ്ലാന്റ്സിന് ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം നമ്മളെയും അതുപോലെ തന്നെ നമ്മുടെ കയ്യോ മറ്റോ മുടക്കി ഇങ്ങനെ മടക്കി വെച്ചിരുന്നാൽ കൈ അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് സ്ട്രക്ചറൽ ഡൈനാമിസം. ഇനി മൂവ്മെന്റ് എന്ന് പറയുന്നത്, പ്ലാന്റ്സിന് മൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഈ വള്ളിച്ചെടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ ഞാൻ കുറച്ച് ഇത് കാണിച്ചു തരാം. ഈ മൂവ്മെന്റ്സ് കൊണ്ട് ഈ പ്ലാന്റ്സിന് നമുക്ക് അവയുടെ ഗ്രോത്ത് മനസ്സിലാക്കി. ഇതിനെ ട്രോപ്പിസം എന്ന് പറയുന്നത് എന്താണെന്നാണ്. ട്രോപ്പിസത്തിന് ഡയറക്ഷണൽ ആയിട്ടുള്ളത് ഉണ്ട്, അല്ലാത്തതുമുണ്ട്. ട്രോപ്പിസം, ഫോട്ടോ ട്രോപ്പിസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോട്ടോട്രോപ്പിസം, ഗ്രാവിറ്റോട്രോപ്പിസം, ഇങ്ങനെ രണ്ട് വാക്കുകൾ പറയാം. ഈ ഹോർമോൺ ഇതിനിടയ്ക്ക് പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനെല്ലാം ഹോർമോൺ ഹ്യൂമറലായിട്ട് ഒന്നുണ്ട്, കെമിക്കലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഇതിൽ ഏത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് ഇപ്പോഴും നമുക്ക് ശരിക്കും പൂർണ്ണത ഈ സയൻസിൽ പരമായിട്ട് പ്ലാന്റ്സിന്റെ കാര്യത്തിലും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ ലൈഫിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയുന്നത്. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒറ്റ വാക്കിന് ഡോക്ടർ മുരളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രൊഫസർ ഓർഗനോൺ ഓഫ് മെഡിസിനിലെ സാറ് അവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്ക് ഒരു ദിവസം ലത്തീഫ് സാറോടെ വന്ന ദിവസം തന്നെ അദ്ദേഹം പറയാണ്, ജീവനുള്ള എല്ലാത്തിലും ഹോമിയോപ്പതി ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്ലാന്റ്സിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് അറിഞ്ഞിട്ടും പ്ലാന്റ്സിൽ എത്രമാത്രം ഉണ്ടെന്ന് വളരെ തീവ്രമായി സ്റ്റഡി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാർ അങ്ങനെ പറഞ്ഞത്. എന്നാലും ഞാൻ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ശരിയാണ്. സസ്യങ്ങളിൽ നിന്നല്ല, ജീവനുള്ള എല്ലാ ഭാഗത്തും ഹോമിയോപ്പതി മെഡിസിൻസ്, ഹോമിയോപ്പതിക്കലായിട്ടുള്ള ആക്ഷൻ അത് കൃത്യമായിട്ടും നമുക്ക് അനുഭവവേദ്യമാണ്. ജീവന്റെ ഭാഗത്ത് അത് കൂടുതലായിട്ടും അനുഭവവേദ്യമാണ്. പക്ഷെ ജീവനില്ലാത്തവയെ കുറിച്ച് കൂടി പറയേണ്ടി വരുമോ എന്ന് കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോ മെഡിസിൻസിന്റെ ആ പവർ, അതിന്റെ ഡൈനാമിസം, എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന്, അത് വരുന്ന കാലങ്ങളിൽ അങ്ങനെയും കൂടി പറയേണ്ടി വരും. ഇപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ലാസ്റ്റിൽ അതിനും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി മൂവ്മെന്റ്, ഗ്രോത്ത്, ട്രോപ്പിസം എന്ന് പറയുന്നത്, ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പ്രകാശമുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു ചെടിയെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പ്രകാശമുള്ളിടത്തേക്ക് അത് വളർന്നോളൂ. അതാണ് ഫോട്ടോട്രോപ്പിസം, സ്റ്റെം ടുവേർഡ്സ് ലൈറ്റ്. ഇനി ഗ്രാവിറ്റോട്രോപ്പിസം എന്ന് പറയുന്നത്, റൂട്ട്സ് നമ്മൾ എത്ര മുകളിലോട്ട് ചെടിയെ വെച്ചിരുന്നാലും റൂട്ട്സ് താഴോട്ട് മാത്രമേ വളരുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം അത്. ഇനി ഷൂട്ട്സ് എപ്പോഴും അപ്പായിട്ട് വളരുള്ളൂ. ഷൂട്ട് സെൽസ് അപ്പായിട്ടും റൂട്ട്സ് താഴോട്ടും വരുന്നു. ഈ രണ്ട് കാര്യത്തിനും ഞാനൊരു എക്സ്പെരിമെന്റ് വഴി വേറൊന്ന് കണ്ടിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇതൊക്കെ പറയുന്നത്. അതായത് ഞാനൊരു മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും, വലിയ പവർഫുൾ ആയിട്ടൊരു മാഗ്നറ്റ്, വളരെ പവർ ആയാൽ കരിഞ്ഞു പോകും, മുളക്കില്ല. അതിൻ്റെ മീഡിയം സൈസ് ഉണ്ട്. അതിന് ടോളറബിൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് വെച്ചിട്ട് കപ്പിൽ കുറച്ച് പയർ വിത്തിട്ടാൽ ആ പയർ മുളയ്ക്കുന്നത് ഈ മാഗ്നറ്റിന്റെ നെഗറ്റീവ് ആണെങ്കിൽ മാഗ്നറ്റ് ഇങ്ങനെ വളഞ്ഞുള്ള പയറും, അതല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള പയറുമായിട്ട് വേര് വരും. ആ വേരിന്റെ ഈ ജിയോട്രോപ്പിസത്തിന് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ജിയോ അല്ല അത്, മറിച്ച് മാഗ്നറ്റ് വരുമ്പോൾ അതിന്റെ ജിയോ മാറുന്നതേ ഉള്ളൂ. ജിയോ തന്നെയാണത്. പക്ഷെ എന്നാലും നമുക്കതിനെ മാറ്റാൻ കഴിയും. അതിൽ നിന്ന് എന്താ മനസ്സിലാവും? അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഭൂമിയുടെ ഇത്രയും വലിയ മാഗ്നറ്റിക് പവറിനെ ചെറിയൊരു മാഗ്നറ്റിനെ വ്യതിചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഈ സസ്യങ്ങൾക്ക് അത് മതിയാവും, ജീവന്റെ ഭാഗത്തു നിന്ന് അത് മതിയാവുന്നുണ്ടാവാം. അപ്പൊ റൂട്ട്സ് എപ്പോഴും താഴോട്ടും ഷൂട്ട്സ് മുകളിലേക്കും തന്നെ പോകും എന്നുള്ള ആ ഒരു ഇതിനെയാണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ട്രിഗ്മോട്രോപ്പിസം എന്ന് പറയുന്നതുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടച്ച്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ അവിടേക്ക് പിന്നെ ഇങ്ങനെ ആടി ആ ടെൻഡ്രിൽസ്, അല്ലെങ്കിൽ ചെറിയ വള്ളി ഉണ്ടല്ലോ, വള്ളി എന്നാ പറയുന്നത്, ടെൻഡ്രിൽസ് ചെന്ന് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? ആ ടെൻഡ്രിൽസ് ആ ഭാഗത്തേക്ക് മാത്രം ചെന്നിട്ട് ആ ജെന്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങ് പിടിച്ചു കളയും. ആ ഒരു മൂവ്മെന്റ്സ് അതിന് എങ്ങനെ മനസ്സിലാകുന്നു? ആ ടച്ച് കിട്ടുന്നുണ്ട്.
നമ്മളതേ മരത്തിന്റെ മൊത്തം വെട്ടുകത്തി വെച്ച് കുത്തിയാലും അതിനൊന്നുമില്ല. പക്ഷെ ഈ ടെൻഡ്രിൽസ് വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് അവിടെ അറ്റാച്ച് ചെയ്യുന്നതിന് ടച്ചാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് ട്രിഗ്മോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി നാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ് നമ്മുടെ അദ്ദേഹം JC ബോസ് പോലുള്ള ആൾക്കാർ ധാരാളമായിട്ട് ടെസ്റ്റ് ചെയ്ത് അദ്ദേഹം ആ പ്ലാന്റ് മൈമോസ പൂഡിക്ക എന്ന് പറയുന്ന ആ ഒരു തൊട്ടാവാടിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വളരെ വലിയ തീസിസ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം അതിനു വേണ്ടി സിസ്മോനാസ്റ്റി എന്നാണ് അതിനെ പറയുന്നത്, ആ ഒരു സ്വഭാവത്തിന്. അതായത് ഇതിങ്ങനെ രാത്രി തൊട്ടാവാടി പോകുന്നത്. അപ്പൊ അതിന്റെ ആ അളവ് കൊണ്ട് അദ്ദേഹം അതിന് എത്രമാത്രം വളർച്ച സസ്യങ്ങൾക്കുണ്ടാകുന്നു, എങ്ങനെ ഗ്രോത്ത് മൂവ്മെന്റ് ഉണ്ടാകുന്നു, ഇതിനൊക്കെ പറ്റിയുള്ള ഒരു മെഷീൻ കണ്ടെത്തി ആദ്യമായിട്ട്. തനിയെ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ മെഷീൻ കണ്ടെത്തി. അങ്ങനെയൊക്കെ അതിനു വേണ്ടിയൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ജിയോട്രോപ്പിസവും ഈ സിസ്മോനാസ്റ്റിയുടെ സ്റ്റഡിയും മൈമോസ പൂഡിക്കയാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വാങ്ങി കൊടുത്തത്, JC ബോസ്. അപ്പോൾ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നോൺ ഡയറക്ഷനല്ല. ഇലകൾ ഇങ്ങനെ നിൽക്കുന്നു, അത് തൊടുമ്പോൾ അറിയുന്നു. ഇവിടെ ഞാൻ പറയാൻ കാര്യം എന്താ പറയുക, നിങ്ങൾ നിരന്തരമായിട്ട് ഇത് ചെയ്തു നോക്കും. ഒരു തൊട്ടാവാടി അടുത്ത് ഒന്ന് 2 ഇല തൊട്ട് നോക്കും, ചൂടി കുമ്പി പോകും. വീണ്ടും അല്പസമയം കഴിയുമ്പോൾ തനിയെ ഇങ്ങനെ നിവർന്നു വരും. വീണ്ടും നമ്മളൊന്ന് തൊട്ട് നോക്കും, വീണ്ടും ചൂടി പോകും. പക്ഷെ നിരന്തരം ഒരു 4-5 പ്രാവശ്യം ചെയ്തു നോക്കും, അത് മടിക്കും. അന്നേരം 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇതിൽ നിന്നും കടന്നു പോകുന്ന കെമിക്കൽ റെസ്പോൺസ്. 2, ഇതിന്റെ മെമ്മറി. ഇതിന് ഹ്യൂമറൽ അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള ഒരു നമ്മുടെ ഡൈനാമിക് ആയിട്ട്, ഹ്യൂമറല്ല, ഞാൻ ഡൈനാമിക്സമാണ് പറയുന്നത്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു പവർ ഈ പ്ലാന്റ്സിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കെമിക്കലാണ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ തീർന്നു പോകുന്നു, അതിൻ്റെതായിട്ടുള്ള ബാലൻസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസ് അവിടെ ഇല്ലാതായി പോകുന്നു. അതുകൊണ്ടായിരിക്കാം. എന്നാൽ അല്ല, മറിച്ച് ഈ ഒരു ഡൈനാമിസം അതിന് ഇല്ലാതായി പോകുന്നു എന്നുള്ള ഭാഗവും കൂടി നമ്മൾ കണക്കാക്കണം. ഫോൾഡിങ് ഓഫ് മൈമോസ പൂഡിക്ക. ദെൻ ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങളും ഈ സസ്യങ്ങൾക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ സൈറ്റോസ്കെലിറ്റൻ റീമോഡലിംഗ് എന്ന് പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ നമ്മളൊരു സസ്യത്തിനെ ഒരു ട്യൂബിലൂടെ കടത്തി വിട്ടാൽ ആ വള്ളി ട്യൂബ് പോലെ ഇരിക്കും. അതേസമയം ഒരു ഉണ്ട പാത്രത്തിലാണ് അതിനെ കടത്തി വെച്ചിട്ട് വേരുകളെല്ലാം കൂടെ ഉരുണ്ടിങ്ങനെ വട്ടത്തിലിരിക്കും. ആ ഒരു സ്വഭാവത്തിന്, ആ കോശങ്ങൾക്ക് ആ നിലയ്ക്ക് റീമോഡൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് സൈറ്റോസ്കെലിറ്റൻ രൂപപ്പെടുന്ന രൂപം. ആ സ്കെലിറ്റനെ വ്യതിയാനം വരുന്ന രീതിയിൽ അതിന് പറ്റും. പിന്നെ റൂട്ട് സിസ്റ്റത്തിന് വരുന്ന റിതം റൂട്ട് സിസ്റ്റം. അതപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, റൂട്ട് പലതരത്തിലുണ്ട്, ചെറുതും വലുതുമുണ്ട്. അതേസമയം നമ്മളിപ്പോൾ ഒരു വലിയ പാക്കറ്റ് മഴക്കാലത്ത് എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിനകത്തൊരു അടിയിൽ 2 ചെറിയ സുഷിര ഇട്ടിട്ട് ആ ചെടി വെച്ചിരുന്ന മഴക്കാലം കഴിയുമ്പോൾ അതിനടിയിൽ ഒരു കൂടെ ഈ വേര് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ പടർന്ന ഒരു വേര് കാണാം. ആ ചെടിക്ക് ഒരിക്കലും ആ രൂപത്തിലുള്ള വേരില്ല. പക്ഷെ ആ ചെടിയിൽ അങ്ങനെ വേര് പപ്പം പോലെ പിടിച്ചിരിക്കും. കുറച്ച് ഇളക്കി എടുക്കുമ്പോൾ നല്ല മുടി പോലെ പിടിച്ചിരിക്കുന്ന കാണാം. അത് റൂട്ട് റിതംസ്, റൂട്ടിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതുപോലെ സർക്കേഡിയൻ റിതം എന്ന് പറയുന്നത്, സർക്കേഡിയൻ വേർഡ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്താണ്? സൗണ്ട്, മണി കണക്ക്, അതായത് ടൈം, ജീവന്റെ ടൈം, അതാണ് സർക്കേഡിയൻ റിതം. അതായത് ഇന്റേണൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ്. ഇപ്പൊ ഡെയിലി സൈക്കിൾസ് ഓഫ് ലീഫ് മൂവ്മെന്റ്. ഇപ്പൊ രാവിലെ ഇലകൾ നന്നായിട്ടിരിക്കും, വാടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് ചൂടിപ്പോവും, അന്നേരം ഹ്യൂമിഡിറ്റി കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ടൈം വേരിയേഷനും ഉണ്ട്. ഈ രണ്ടും വളരെ തുല്യമായിട്ട് ബാലൻസിൽ പോകുന്ന ചില കാര്യങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഹോമിയോപ്പതി കൊടുക്കുന്നു, മൈക്രോ ന്യൂട്രിയൻസ് ആണോ പ്ലാന്റ്സിന് ഇങ്ങനെ ഹെൽത്ത് കൊടുക്കുന്നത്? ഹോമിയോപ്പതി ആണോ? അവർക്ക് പറയാം ഇത്രയും കുറച്ച് മതി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല. ടെന്നം പൊട്ടൻസിക്ക് ഇത്രയും വലിയ ചേഞ്ച് വരുത്താൻ കഴിയുന്നു ഞാൻ നേരിൽ കണ്ടു. അപ്പൊ അത് ടെന്നം പൊട്ടൻസി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും, കൊടുത്തതാണ് എനിക്കറിയാന്നുള്ള ടെന്നം പൊട്ടൻസി. അപ്പൊ അതുപോലെ നമുക്ക് ഈ പ്ലാന്റ്സിന്റെ ഈ കാര്യത്തിൽ ഈ 2 കാര്യങ്ങളും യഥാർത്ഥത്തില് ഡൈനാമിസം എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഘടകത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കി വരേണ്ടതാണ്. റെഗുലേറ്റ് ഡെയിലി സൈക്കിൾസ് ഓഫ് ലീഫ് മൂവ്മെന്റ്, സെന്റ് എമിഷൻ, ഇതിൽ നിന്ന് ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു പദാർത്ഥം എല്ലാ പ്ലാന്റിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ ഫ്ലവർ ഓപ്പണിംഗ് ചെയ്യുന്നതിന് ഇതെല്ലാം വരുന്ന ഡൈനാമിസത്തിനെയാണ് ഈ ഡൈനാമിസം എന്ന് പറയുന്നത്. ശരി, ട്രിഗ്മോട്രോപ്പിസം ഞാൻ പറഞ്ഞു. ഇനി ഇത്രയുമാണ് എനിക്ക് ഇതിനകത്ത് ലെക്ചറായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ ഇതിന്റെ ക്ലാസ് പറയാം. ഇത് ഞാൻ ഒരു പ്ലാന്റിനെ ഞാൻ പരുവപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. എൻ്റെ ഒരു പ്ലാന്റ് ബോറാക്സ് 1X കൊടുത്ത് 2023 18/6/2023 ഞാൻ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത് പോലുള്ള ഒരു പ്ലാന്റാണിത്. ഇതിന്റെ ക്രിസ്റ്റൽസ്, ഞാൻ സാധാരണ പ്ലാന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
അതിന്റെ ക്രിസ്റ്റൽസ് ഒന്നും അധികം വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ബാലൻസ്ഡ് ആണ് ഫുഡ് ന്യൂട്രീഷൻ എങ്കിൽ ക്രിസ്റ്റൽസ് അധികം ഒന്നും അബ്നോർമലോ ഒന്നും കാണില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ശരീരത്തിന്റെ അവസ്ഥയിലും അങ്ങനെയാണ്. രോഗഗ്രസ്തമായിട്ടുള്ള ശരീരത്തിലാണ് ഈ ഉപ്പിന്റെയും ലവണത്തിന്റെയും അമിതമായിട്ടുള്ള സാന്നിധ്യം. അപ്പൊ തൊണ്ടയിൽ പ്രയാസം വരുമ്പോൾ തൊണ്ടയിൽ ഉപ്പ് കനയ്ക്കും. നാം തുപ്പുമ്പോൾ രാവിലെ ഉപ്പാ ചേർന്നത്. എന്താ കാര്യം? അവിടെ ഉപ്പിനെ കൊണ്ടാണോ അവിടെ കഫത്തിനെ ചലഞ്ച് ചെയ്തിട്ട് ബാക്ടീരിയസിനെ തടയാൻ നിൽക്കുന്നത്? അതോ വാട്ടറിന്റെ എന്തെങ്കിലും ബാലൻസ്ഡ് ആണോ? ബാലൻസിന് വേണ്ടിയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ബയോകെമിക്കിന്റെ എല്ലാം എടുത്ത് വായിച്ചാൽ മതി. നമുക്ക് ഓരോ സാൾട്ടിനും ഓരോ സൈറ്റ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ പ്ലാന്റ്സിന്റെ മെഡിസിൻസിനും അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട്. ക്രിസ്റ്റലൈസേഷൻസും കടുത്ത ഇത്തരത്തിലുള്ള വരുന്നത് വാട്ടറിന്റെ ലഭ്യത ഉണ്ടാക്കുന്നതിനും വാട്ടറിന്റെ ലഭ്യത കളയുന്നതിനും മാത്രമല്ല എന്നുകൂടി പറയാനുള്ളത്. ലാസ്റ്റ് ക്ലാസ് ഞാൻ ഇന്ന് പറയുന്ന ക്ലാസ്സിന്റെ ലാസ്റ്റ് നിങ്ങൾ ഒന്ന് തിരിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ഓരോ പറയുന്നതും ഓരോന്നും ഞാൻ ഈ പറയുന്നത് കൊണ്ട് അടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇത് നോക്കും, നല്ലൊരു സാധാരണ ക്രിസ്റ്റലാണ്, ഈ പ്ലാന്റിന്റെയാണ്. പക്ഷെ ഇതുണ്ട്, ഈ നടുക്കിരിക്കുന്ന ഈ ക്രിസ്റ്റൽ കിട്ടാൻ ഇത് എന്ത് പാടുപെട്ടു. ഞാനിത് ഒരുപാട് അനേകം മറ്റ് ചെടികളില് ഈ അതായത് പുല്ല് വർഗത്തിൽപ്പെട്ട കറുക, അതിലാണ് ഞാൻ ഈ ക്രിസ്റ്റൽ പിന്നെ കണ്ടത്. ഈ ഒരു ക്രിസ്റ്റൽ സിലിക്ക കറുക. അതുപോലെ ഈ ക്രിസ്റ്റൽ ഇങ്ങനെ ഇത് ഒന്നാണ്. ഇതിങ്ങനെ നീളത്തിലുള്ള ആ ക്രിസ്റ്റലാണ്. കാണാം, നന്നായിട്ട് കാണാലോ ഈ ക്രിസ്റ്റല്. ഇതുണ്ടോ? ഇത് പറയാൻ വേണ്ടിയാണ് ഈ ആമയുടെ രൂപത്തിൽ മറ്റേ ഗ്ലൗ മറ്റേ ആ പ്രതിഷ്ഠയുടെ ഒക്കെ പുറകില് പണ്ടൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റ് വിഭജിക്കാൻ വെക്കുമായിരുന്നു. അതുപോലുള്ളത് കറുകയിലാണ് ഞാനിത് കണ്ടത്. ഇത് എനിക്ക് ഈ ക്രിസ്റ്റലിൽ ഇതിൽ കാണാൻ കഴിയും. ഇത് മൈമോസ. ഇനി ഇത് വെറും പിക്ചർ പറയുന്നെങ്കിലും ഇത് കുറച്ച് ഫോട്ടോട്രോപ്പിസവും ചേഞ്ചൊക്കെ കണ്ടതാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അത് എനിക്ക് പറയത്തക്ക രീതിയിലായിട്ടില്ല. എന്നാലും അത് ഞാൻ കണ്ടു, ഫോട്ടോ എടുത്തു. പിന്നെ എനിക്ക് ഇപ്പം നമുക്ക് ക്ലാസ്സിൽ ഇപ്പം പറയാൻ പറ്റുന്നത് ഈ ജനറൽ ആയിട്ടുള്ള ഈ ഫ്ലവറെങ്കിലും നിങ്ങളൊന്ന് കാണണം. ഇത് എന്തിന്റെ ഫ്ലവറാണ്? ആർക്കെങ്കിലും പറയാമോ? ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലവറാണ്. പക്ഷെ എന്തൊരു വൈചാരിത്യമാണ്, എന്തുമാത്രം ഡെലിക്കേറ്റ് ആണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ ഫ്ലവർ ഇതാണ് ആൻഡ്രം ആണ് ഇത് അതിന്റെ തന്നെ മെയിൽ പാർട്ടുമാണ്. രണ്ടുമുണ്ട്. പക്ഷെ മണമൊന്നുമില്ല. പക്ഷെ ഇത് ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു പൂവാണ് ഇത്. അതുപോലെ ഇതിന്റെ താഴോട്ടുള്ള ഈ ഒരു ഇത് കാണാൻ വേണ്ടിയാണ് ഈ പാവൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഇതുമായി വളരെ അടുത്ത് കാണാൻ വേണ്ടി ഉള്ള ഒന്നാണ്. ഇത് 23 ദിവസം ഇതുണ്ടോ? ഇത് എന്തുകൊണ്ടാണ്? ഇതാ ഈ വള്ളി കണ്ടോ? ഇതിങ്ങനെ മുകളിലേക്ക് മുട്ടാണ്. ഈ കാണാമല്ലോ, ഈ മുട്ട് കുറച്ച് കാണാമല്ലേ? ഇതിങ്ങനെ മുകളിലേക്കാണ് നിൽക്കുന്ന മുട്ട് മുകളിലേക്ക്, ഈ വള്ളി താഴേക്ക്. ഇത് വള്ളിയുടെ ഫംഗ്ഷൻ കഴിഞ്ഞു പോയി, ചുരുണ്ടുപോയി. ഇതെല്ലാം ഓരോ വള്ളിയുടെ ഭാഗത്തും ഇത്രയും ഭാഗം ചെറുതായിട്ട് ഒരു 15 അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ചുറ്റളവാണ് ഇത്രയും ഒരു സസ്യത്തിന്റെ. ബാക്കി ഭാഗങ്ങളെല്ലാം ബാക്കി കിടക്കുകയാണ് റൂട്ട് മുതൽ. പക്ഷെ ഇത്ര ഭാഗത്ത് തന്നെ എത്രമാത്രം ചേഞ്ചസ് ആണ് വരുന്നത്. ഇത് നമുക്കുണ്ടോ? ഇല്ല. അനിമൽസിനില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചില ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരു പോർഷൻ മാത്രം എടുത്ത് മൈക്രോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഒരു ബയോളജിക്കലായിട്ട് ഇതിനെ വളർത്തിയെടുത്താൽ ടിഷ്യൂ കൾച്ചർ വഴി ഈ ഒരു പാവലിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു. സസ്യങ്ങൾക്കുള്ള പ്രത്യേകമായ കഴിവാണ്. ആ കഴിവിന്റെ ഒരു വേറൊരു രൂപമാണ് ഇതിന്റെ ഈ ഓരോ ഭാഗത്തും ഇതിന് ഓരോന്ന് ചെയ്യാൻ 1000 കൈയുണ്ട് അല്ലെങ്കിൽ 1000 നാവുണ്ട് എന്ന് പറയുന്നത്. അതാണ് ഈ പാവലിന്റെ ഇതെടുത്ത് കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. അതും ഈ ഡൈനാമിസമാണ്. ഇത് നോക്കൂ, പയറ് ഞാൻ മുളകൊക്കെ നോട്ടുന്ന പയറ് ഇതിനു വേണ്ടി കൊടുത്തു. നമ്മുടെ ഇതിനു വേണ്ടി കുറച്ച് ഇലകൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ഇല ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് പൊടിച്ച് മുളച്ച് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു സൈലീഷ്യ എന്ന് പറയുന്ന ഒരു സാധനം മെഡിസിൻ കൊടുത്തതിന് ശേഷം കണ്ട ചേഞ്ചസ് ആണ്.
100, 26, 50. ഓക്കെ, ഉണ്ടോ? ഇതിന്റെ ഇതിങ്ങനെ നല്ല വിരിഞ്ഞാ നിൽക്കുന്നത്. അതേസമയം ഇതിനെ വെള്ളമില്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴോ വളർന്ന് നേരെ ആയി കഴിയുമ്പോഴോ ഇതിന്റെ ലീഫിന് ഇത്രയും മാത്രം തടിപ്പ് കാണില്ല. അതെന്താണ്? അത് ഒരു ഡൈനാമിസമാണ് ആ വിലയുടെ നിലനിൽപ്പ്. കിളിർത്ത് വരുമ്പോൾ കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? നല്ല കുറെ കൂടി സ്ട്രെങ്താണ്, പവർ വളരെ കൂടുതലാണ് മുളച്ചു വരുമ്പോൾ. കുട്ടികളുടെ കാര്യം നമുക്കറിയില്ലേ, നമ്മുടെ കുട്ടികൾക്ക് അവർ ജനിച്ചു വരുമ്പോഴൊക്കെ അവരുടെ വെയിറ്റ് അല്ല, അവർക്ക് നല്ല പവറും ഇന്ത്യയിലുള്ള പുറത്ത് എന്താ പറയുന്നത്, ഈതറിന്റെ പവർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം എല്ലാ സെക്കൻഡിലും ഓരോ കോശങ്ങളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിമിഷം പ്രതി ഇങ്ങനെ സെൽസ് ഡിവൈഡ് ചെയ്ത് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ ലീഫെല്ലാം വേറെ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡൈനാമിസത്തിന്റെ മറ്റൊരു തെളിവാണ്. ഇത് കണ്ടോ, ഇല ഏതാണ്ട് വളർന്ന് തീർന്നു, പക്ഷെ മെഡിസിനിന്റെ അധികമായ ഉപയോഗം കാരണം അതിന് നിവൃത്തിയില്ല. അതിന് നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഷേപ്പ്, കൊണ്ടൂർ, ഇതിന്റെ കൊണ്ടൂർ എല്ലാം നഷ്ടപ്പെട്ടു പോയി, കരടിച്ചിരിക്കുകയാണ്. ഇത് പറയാൻ വേണ്ടി, ഇത് മെഡിസിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഞാൻ ഒരു എൻ്റെ പുസ്തകത്തിൽ വെച്ചിട്ടുള്ളതാണ്. ഞാൻ തേയിലയുടെ പിക്ചർ ആദ്യം എടുത്തപ്പോൾ മൂന്നാറിൽ വെച്ചിട്ട് തേയിലയുടെ പിക്ചർ എടുത്തപ്പോൾ ഇതുപോലെ തീ പറക്കുന്ന ഒരു രൂപം എനിക്ക് കാണാൻ പറ്റും. ഞാൻ അപ്പോഴാണ് എനിക്ക് ഒരു പുതിയ വ്യൂ എൻ്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ ഒരു വിചാരം ഉണ്ടാക്കി തന്നത് ഇതാണ്. പിന്നീട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ടും എല്ലാ സസ്യങ്ങളിലും ഇതേപോലെ പേരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കാണുന്നത്. ഇത് പക്ഷേ ഒരു അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തീ സ്പാർക്ക് ചെയ്യുന്നവരെ, മറ്റേ കമ്പി മത്താപ്പ് കത്തിക്കുന്ന പോലെ ഒരു ഇത് മാത്രമേ ഉള്ളൂ സ്പാർക്ക്. തീയാണിത്, തേയിലയിൽ നിന്ന് കണ്ടതാണ്. ചുമ്മാ ഇങ്ങനെ അതൊരു കാണാൻ വേണ്ടി എടുത്തുള്ളൂ. അടുത്ത പിക്ചറും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഏമാണ്ടി പച്ചില എന്നാണ് ഈ പച്ചിലയുടെ പേര്. ഇതൊരു ഇലയാണ്. അതിന്റെ പിക്ചർ എനിക്ക് എടുത്ത് ഇടാൻ പറ്റിയില്ല. നല്ല ക്രിസ്റ്റലാണ്. ഈ ചുമയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതിന് അരച്ച് കുറുക്കിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന, കുറുക്കി എന്തോ ഒരു പേസ്റ്റ് പോലെ ആക്കി കഴിക്കുന്ന ഒരു ഇലയാണ്. അതിന്റെ ക്രിസ്റ്റലാണ്. നോക്കൂ, ഇതിന്റെ ഈ വൈറ്റ്നെസ് കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ടിലെ തെളിച്ചം, എന്ത് റേഡിയം ലൈറ്റ് ഉള്ളതാണെന്ന് അറിയാം. ഇതേ കളറാണ്, വെറും ഗ്രീൻ കളറിലുള്ള ഒരു ഡ്രോപ്പ് അതിൽ നിന്ന് കണ്ട ക്രിസ്റ്റലാണ്. ക്രിസ്റ്റലിന്റെ തെളിച്ചവും നല്ലൊരു വെളിച്ചമാണ്. ആ ഇല നല്ല ഗ്രീനാണ്. ഏമാണ്ടി പച്ചില എന്നാണ് അതിന്റെ മലയാളം. എന്ന് തന്നെ കാണും, നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം ഗൂഗിളിലേക്ക്. ഇതിന്റെ എക്സ്പെരിമെന്റൽ പ്ലാന്റ്സിന്റെ നല്ല ഹെൽത്തിനെസ് കാണിക്കാൻ വേണ്ടിയാണ്. അവയ്ക്ക് മെഡിസിൻ കൊടുത്തു, ഡൈനാമിക് ആയിട്ട് നിൽക്കുക. പക്ഷെ പിന്നെ സൈലീഷ്യ 50M കണ്ട ക്രിസ്റ്റൽ, ഇത് മുമ്പ് കാണിച്ചിരുന്ന ഒരു ക്രിസ്റ്റലാണ്. സൈലീഷ്യ 50M കൊടുത്തതിന് ശേഷം ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുന്നു, അതെ, ഇവിടെ ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെന്റ് തെറ്റിപ്പോയി. അതോടുകൂടി ഇത് മാറിക്കിടക്കുകയാണ്. എന്തായാലും ഇത് കാണാമെന്ന് തോന്നുന്നു അല്ലെ? രണ്ട് ക്രിസ്റ്റലാണ്. ഈ രണ്ട് ക്രിസ്റ്റലും രണ്ട് രീതിയിലാണ് രൂപപ്പെട്ടത്, അടുത്തടുത്ത് തന്നെ. ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വെറും മൈക്രോൺസ് ആണ്. ഇത് 10 മാഗ്നിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എടുത്തിട്ട് അതിനെ തന്നെ മൊബൈൽ വെച്ച് നന്നായിട്ട് എലാബറേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അവിടെ ഈ രണ്ട് ക്രിസ്റ്റലുകൾ തമ്മിലുള്ള അകലം വളരെ ചെറുതാണ്. പക്ഷെ അവയുടേതായിട്ടുള്ള ആ എലിമെന്റ്സിൽ തന്നെ പോയി. ഇപ്പൊ സോഡിയം ക്ലോറൈഡും, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സ്വല്പം പ്രയാസം ഉണ്ടെങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. സോഡിയം ക്ലോറൈഡും പൊട്ടാഷ്യം ക്ലോറൈഡും കൂടി കലർത്തിയിട്ട് നിങ്ങൾ ക്രിസ്റ്റൽ നോക്കിയാൽ നോക്കൂ. ഈ സോഡിയം ക്ലോറൈഡും വെള്ളത്തിലരിയുമ്പോൾ ക്ലോറിൻ തന്നെ പോകുന്നത്, ക്ലോറിൻ മൈനസ്. പൊട്ടാഷ്യം പോസിറ്റീവാണ്, സോഡിയം പോസിറ്റീവാണ്. സോഡിയത്തിൽ നിന്നുള്ള ക്ലോറിൻ പൊട്ടാഷ്യത്തിന്റെ ക്ലോറിനുമായിട്ട് പോകുമോ? ഇതിന് ക്ലോറിന്റെ സോഡിയം പൊട്ടാഷ്യത്തിന്റെ പോകാൻ സാധാരണ രീതിയിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ പോലും അവയുടെ ക്രിസ്റ്റൽസ് തമ്മിൽ ഉള്ള വ്യതിയാനം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അടുത്തടുത്ത് കിടക്കുന്നവ കൂടിച്ചേരാറില്ല. അപ്പൊ സോഡിയത്തിന്റെ ആ പോസിറ്റിവിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രോൺസിന് അല്ല കൂടുതൽ പവർ, ന്യൂക്ലിയസിനാണ്. നമ്മളെല്ലാം എനർജിയുടെ മുഴുവൻ കറണ്ടിലും മാഗ്നറ്റിലും ഇട്ട് ലോകത്ത് മുഴുവൻ പേരും കറണ്ട് മാഗ്നറ്റിലും ഇട്ട് കിടക്കുകയാണ്. നമ്മളിന്ന് മാഗ്നറ്റിസത്തിന്റെയും കറണ്ടിന്റെയും ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒറ്റ സംഭവത്തിന് ഒന്നും പറയാൻ വയ്യാതെ. അപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല, എന്റെ ഇത് വീഡിയോ മൂവ് ചെയ്യുന്നില്ല. ഇല്ല, കേൾക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടാണ് ഞാൻ പറയാനുള്ളത്. ഇത്ര അടുത്താണെങ്കിലും ക്രിസ്റ്റൽസ് റിമൈൻസ് their erasing crystal forms utilizing its own energy.
ഇതാണ് ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. എങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ കൺഫോർമേറ്റീവായിട്ട് എനിക്ക് അറിയാവുന്ന ഇതാണ്. അവ യൂട്ടിലൈസ് ചെയ്തത് അവയുടേതായിട്ടുള്ള എനർജി യൂട്ടിലൈസ് ചെയ്താണ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇവരടുത്തെല്ലാം നമ്മൾ നോക്കിയുള്ള ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അവർ ഓരോരോ ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എങ്ങനെ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നു, ക്രിസ്റ്റൽ വളരുന്നത് എങ്ങനെ? ഒരു ക്രിസ്റ്റൽ മോളിക്യൂളാണല്ലോ, മോളിക്യൂൾ മാത്രമായിട്ട് വരും. അല്ലാതെ നെഗറ്റീവ് പാർട്ടും പോസിറ്റീവ് പാർട്ടും തമ്മിൽ ചേർന്ന് പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. അയോണിക് ആയിട്ട് ബന്ധം അല്ലെങ്കിൽ കോമ്പൗണ്ടായിട്ട് പോകുന്നു, ബോണ്ട് ബന്ധം. പക്ഷേ ഈ ബോണ്ട് ബന്ധം വരുന്നതനുസരിച്ച് ഈ പറയുന്ന ലാറ്റിസ് എന്നാണ് പറയുന്നത്. ലാറ്റിസിന്റെ സൈറ്റ് എന്ന് പറയുന്നത് വേറൊരു വാക്കൊക്കെയാണ് എടുത്ത് പറയുന്നത്. അങ്ങനെ നോക്കിയിരുന്നാലും ഒന്നുകിൽ എല്ലാം ആയിട്ട് പോകണം, അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിൽ പോകണം. ഓരോന്നിനും ഓരോ രൂപമായിരിക്കണം. ഇത്രയും മര്യാദപ്പെട്ട് അതിൻ്റെതായ രീതിയിൽ മാത്രം ആ ക്രിസ്റ്റലത്തെ രൂപീകരിക്കുകയും അതേസമയം വളർന്ന് പോവുകയും ചെയ്യുകയാണ്. സൈസ് ഇങ്ങനെ വളർന്നു വരണമെങ്കിൽ അവിടെ അടുത്ത് വരുന്ന മോളിക്കൂൾ ഇവിടെ മാത്രമേ ഇരിക്കാവുന്നുള്ള ഒരു നിയമം വേണ്ടേ? അതെന്താണ് അതിന്റെ പിന്നിലുള്ളത്? അതോടൊപ്പം തന്നെ ഈ ക്രിസ്റ്റൽസിനെ എനർജി രൂപീകരിച്ച് അപ്പുറത്തുള്ളവയുമായിട്ട് ബന്ധമില്ലാതെ വളരെ പ്രത്യേകിച്ച് തന്നെ രൂപീകൃതമാകുന്നതിനുള്ള ഇതെന്താണ് അതൊന്നറിയാൻ വേണ്ടി. അപ്പൊ ഇത് ഒരു മുളകാണ്. ഇപ്പൊ ഇത് സാധാരണ മുളകാണ്, ഞാൻ പരീക്ഷണത്തിന് വേണ്ടി എടുത്താണ്, ഇത് കാണാൻ വേണ്ടി എടുത്താണ്. ഇനി ഞാൻ താഴെ നിന്ന് തുടങ്ങാം. അതായത് ഇത് നാച്ചുറൽ പ്ലാന്റ്. ഇത് കുറച്ചുകൂടി ഡിസീസ്ഡ് ആയി, മുമ്പ് ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡിസീസ്ഡ് ആയെങ്കിലും ആ ഗ്രീൻ ആൻഡ് ടെർബിനൻസ് അതിൻ്റെ ലീഫിന്റെ ആ ഒരു ഇത് നന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടോ, കുറച്ചുകൂടെ വളരുന്നു. അതായത് വളരുന്നു, അതോടൊപ്പം തന്നെ അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. രോഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ മണൽത്തരി ആ തരിയെങ്കിലും ആയിരിക്കുന്നതിന് വേണ്ടി അത് കൺസൈസ് ആയിട്ട് സൂക്ഷ്മമായിട്ട് തന്നെ സൂക്ഷിച്ചു വരുന്നു, താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് പറ്റുന്നു, ഇത് ശോഷിച്ച് ചെറിയ മണൽത്തരിയായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ ഇവിടെ എന്താണ്, ഇത് ഈ പ്ലാന്റ്സിനെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നല്ല ഗ്രീൻ ഉണ്ട്, നല്ല സ്പ്രൗട്ടി ആയിട്ടിരിക്കുന്നു, പക്ഷെ ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ട്. ഇനി ഇത് നോർമലായിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്, ഇതും നോർമലായിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. അതിലെ ക്രിസ്റ്റൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഇതിലില്ല, നിങ്ങൾക്ക് കുറച്ച് ഈ നീളത്തിലുള്ള ഇത് കണ്ടില്ലേ, ഇത് കാണാമല്ലോ, ഈ ഒരു ലൈൻ. അപ്പൊ അതൊരു ക്രിസ്റ്റലാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ്. അതേസമയം ഇത് ആഫ്റ്ററാണ്. ബാൾസം എന്ന് പറയുന്ന പ്ലാന്റിന്റെ കുറച്ച് ക്രിസ്റ്റൽസ് ആണ്. മെഡിസിൻ കൊടുത്തതിന് ശേഷം കണ്ട ക്രിസ്റ്റൽസ് ആണ്. ആഫ്റ്റർ ആ ക്രിസ്റ്റൽസ് കാണുന്നില്ല. ആ സ്റ്റഡി ആയിട്ടുള്ള റോഡായിട്ടുള്ള ക്രിസ്റ്റൽസ് ആബ്സെന്റ് ആണ്. ഇവിടെയും ആബ്സെന്റ് ആണ്. ഇത് വേറൊരു സ്ലൈഡാണ്, ഇതും ആബ്സെന്റ് ആണ്. പക്ഷെ അതിൽ ഒരു ക്രിസ്റ്റൽ ഉണ്ട് കേട്ടോ, നീളത്തിലുള്ള ലൈറ്റ് ക്രിസ്റ്റൽ. ഈ ക്രിസ്റ്റലാണ് ആബ്സെന്റ്, ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ഇത് കാണിക്കാം, ഇത് വലുതായിട്ട് കാണിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതായത് ഈ പ്ലാന്റ്സിന് മെഡിസിൻ അപ്ലൈ ചെയ്തതിനു ശേഷം ഈ ക്രിസ്റ്റൽസിന്റെ അളവ് കുറഞ്ഞാണ് കണ്ടത്. ഇനി അടുത്തത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ പ്ലാന്റ്സ്. ഞാൻ പ്ലാന്റ്സിനെ ഇതൊരു പ്ലാന്റ് ആണ്, ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ചുറ്റി പ്ലാന്റ് ആണ്. വളർന്ന് ഇവിടെ എത്തിയപ്പോൾ എന്ത് പറ്റുന്നു, ഇങ്ങോട്ട് പോകാൻ അതിന് വഴിയില്ലാതായി. കാണാമല്ലോ, വഴിയില്ലാതായി. ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്ന് ഇവിടെ എത്തിയപ്പോൾ മുകളിൽ എന്താ, ഒരു തട്ട് പോലെ അതിന് ഒരു സ്റ്റാൻഡ് പോലെ കിട്ടി. ഉടനെ അവിടെ കയറി പിടിച്ച് അതങ്ങ് പോവുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു പ്ലാന്റിന്റെ ഒരു സാധാരണ ഒരു പ്ലാന്റിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇത് ഒരു പ്ലാന്റ്സിനെ കെമിക്കൽ വഴിയുള്ള റിയാക്ഷൻ ആണോ, അത് ഇനി അതിന് മെമ്മറിയാണോ, ഓർമ്മയാണോ, അത് ഇനി അതിന്റെ കണ്ണ് കണ്ടാണോ, അതിന്റെ മനസ്സ് കൊണ്ടാണോ, ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത ഒരു പരീക്ഷണമാണിത്. ടെൻഡ്രിൽസ് കൊണ്ട്. ഇത് ഞാൻ നടത്തിയതല്ല, ഇങ്ങനെ ഞാൻ അടുത്ത കാലത്ത് ഈ പരീക്ഷണം നടത്തി. ഞാൻ എന്നിട്ട് വളരെ സെർച്ച് ചെയ്തപ്പോൾ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കാണാത്തൊന്നുമില്ലല്ലോ, പഴയതല്ലേ, ടെൻഡ്രിൽസ് ഒക്കെ എത്രയോ അടുത്തതാണ്. അപ്പൊ എന്നിട്ട് അവർ വേറൊന്നും കൂടെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. എന്താണെന്ന് അറിയും, ഈ ടെൻഡ്രിൽസ് ഇങ്ങനെ നമ്മൾ വള്ളി വെച്ച് കൊടുത്താലും കമ്പ് വെച്ച് കൊടുത്താലും അതിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിലേ പിടിക്കുകയുള്ളൂ. അല്ലാതെ അത് നോക്കും ആ കമ്പിന് അരമുണ്ടോ അല്ലെങ്കിൽ ബലമുള്ളതാണോ എന്നൊക്കെ. അത് എയറിന്റെ മുന്നോട്ടുള്ള എയറിന്റെ മൂവ്മെന്റ്സ് വെച്ചാണ് അത് കണ്ടെത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ചൂടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊന്നും അല്ലെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. അതായത് അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ ഏതുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം. രണ്ട് കമ്പ് നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ ആ കമ്പിൽ അതിന് ഇഷ്ടപ്പെട്ട സ്ഥിരമായിട്ടുള്ളതും
അടുത്ത് പിടിക്കാൻ പറ്റുന്നത് മാത്രമേ അത് പിടിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കമ്പും കൂടെ വെച്ച് നോക്കിയാൽ കമ്പിനെ അത് പിടിക്കുള്ളൂ, കമ്പി പിടിക്കില്ല. വലിയ കമ്പി വെച്ച് കൊടുത്താലും വലിയ കമ്പ് വെച്ച് കൊടുത്താലും ദൂരെ നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തോട്ട് അതിന് ചായാൻ ഇടമില്ല, വെയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ചരിവനുസരിച്ച് ഇപ്പുറത്തോട്ട് മാത്രമേ ആ വള്ളി പോവുള്ളൂ. ഇതൊക്കെ എങ്ങനെ പോകുന്നു? കെമിക്കലാണോ അല്ലെങ്കിൽ ആ മൈൻഡാണോ? ഇതൊന്നും വ്യക്തമായിട്ട് ഇതുവരെ ഇല്ല. ഇത് തന്നെ അത് ഉദാഹരണം ഇതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വള്ളി കണ്ടോ ഇങ്ങനെ പടർന്ന് നേരെ മുകളിൽ ചെന്നതിന് പിടിക്കാൻ ഇടമുണ്ടായി വലത്തോട്ട് അങ്ങ് പടർന്നുപോയി. ഇത് കണ്ടോ ഇവിടം വരെ എന്നപ്പോ ഇതിനെ ഈ അടുത്ത് നിൽക്കുന്ന രണ്ട് വള്ളികൾ തമ്മിൽ ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവനെ കാണുന്നത് ഈ വള്ളിക്ക് നിവൃത്തി കെട്ടു എന്നാണ് പറയുന്നത്. ഈ വള്ളി ആരോഗ്യപരമായിട്ട് നിൽക്കുന്നതിന്റെ അസൂയ കാരണം ഇത് ഇവിടം വരെ വളർന്ന് നോക്കിയിട്ട് പിന്നെ തിരിച്ച് വളരാൻ നോക്കി ശക്തി കെട്ട് ഇല്ലാതായി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വള്ളി ചിലപ്പോൾ നശിച്ചു പോകും, ഈ ചെടി അങ്ങനെ പോകുന്നു. അത് കണ്ടിട്ടുണ്ട്. അത് മനസ്സിന്റെ ഹ്യൂമർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഡൈനാമിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇത് തന്നെ നോക്കൂ, നമ്മളെ ഇവിടുന്ന് ഒരു വള്ളി വരുന്നു, വള്ളി വന്നിട്ട് ഇങ്ങനെ ഒരു കയറ് കെട്ടിക്കൊടുത്തെന്ന് വെച്ചോ. ഇത് ഞാൻ ചെയ്ത പരീക്ഷണമാണ്. ഈ കയറ് കെട്ടിക്കൊടുത്താല് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് നല്ല വയറിന്റെ ഭാഗം കിടക്കുകയാണ്, വയറിലാണ് കെട്ടിയത്. ഇങ്ങോട്ട് കുറച്ച് കയറും കെട്ടിക്കൊടുത്തു. രണ്ട് കയറുകൾ ഇങ്ങനെ കെട്ടി ഇവിടെ വള്ളിയുടെ ചേർന്നായിട്ട്. ഇത് മറ്റേ നമ്മുടെ നെറ്റ് വയറിന്റെ വലിയ വയറുണ്ടല്ലോ, ആ വയറാണ് ഈ കെട്ടിയിരിക്കുന്നത്. അതിൽ ഇങ്ങോട്ട് പോയില്ല, മറിച്ച് ഈ പ്ലാന്റ് ഇങ്ങോട്ട് തന്നെ വന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇതിന് വയറോട്ട് കയറാൻ പറ്റി, വയറോട്ട് കയറി. പക്ഷെ അവിടെ തീർന്നു പോയി, അങ്ങനെ തൂങ്ങി. ഇതാണ് ഇപ്പോഴത്തെ പ്ലാന്റിന്റെ അവസ്ഥ. ഇത് സാധാരണ ലെവലിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങോട്ട് പോയില്ല, മറിച്ച് ഇങ്ങോട്ടും പോയില്ല, മറിച്ച് മുകളിലോട്ട് തന്നെ ഈ സൈഡിലോട്ടേ പോയുള്ളൂ. എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന ഈ കമ്പ് നല്ല ബലമുള്ളതായിരുന്നു, ഇപ്പുറത്തോട്ട് കമ്പൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ കണ്ടു? ഇത് ശരിക്കും എയറിന്റെ മൂവ്മെന്റ്സ് ആണോ അല്ലെങ്കിൽ ശക്തിയാണോ എന്താണോ അതങ്ങനെ അറിഞ്ഞ് പോയി, അങ്ങോട്ട് പോയി. ഇത് അതുപോലെ തന്നെ ഇപ്പൊ നോക്കും, ഇത് ഒരു പ്ലാന്റ് ആണ്, ഇങ്ങനെ പടർന്ന് വന്നിട്ട് ഇതെന്തുകൊണ്ട് ഇങ്ങോട്ട് പോയില്ല എന്തെന്നറിയോ? ഇവിടെ ഒരു വലിയ കമ്പിയാണ് നാട്ടിയിരുന്നത്. ഇവിടെ ഞാനിപ്പോ എന്റെ ഇത് കണ്ട കാര്യമാണ്. ഇവിടെ ഇങ്ങോട്ട് നാട്ടുമ്പോൾ ഇവിടെ ഒരു കമ്പ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആ കമ്പിലേക്ക് പടരുകയും അത് പടർന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോവുകയും, താഴോട്ട് പോയില്ല, താഴോട്ട് തൂങ്ങി പോകുന്നതന്നെ പടരുന്നില്ല. ഇതൊന്നും താഴോട്ട് പടർന്നില്ലല്ലോ, പക്ഷെ മുകളിലോട്ട് പടർന്നു എന്ന് മാത്രമല്ല വീണ്ടും വള്ളി കിട്ടിയപ്പോൾ മുകളിലോട്ട് പോവുകയും ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ആയി പോയപ്പോൾ അത് തൂങ്ങി ചുരുണ്ടു പോവുകയും. അതുവരെ ചുരുണ്ടിട്ടില്ല, ചുരുണ്ടു പോകാതെ പടർന്നു പോകും. അപ്പൊ അത് ഒരു ഡൈനാമിക് പവറാണ്. കണ്ടോ ഇവിടെ കണ്ടോ, ഡൈനാമിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പ്ലാന്റ്സിനെ നമുക്ക് എത്തണം. ഇത് നമ്മളെല്ലാം ഈ മോളിക്യൂൾസിന്റെ ഏതാണ്ട് ഘടന എങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ബയോകെമിക്കിന്റെയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ശരിക്കും പറഞ്ഞ് ഞാനിത് ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയാണ്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഈ പിക്ചർ ഉൾപ്പെടുത്തിയത് ഡൈനാമിക്സ് ആയിട്ട്. അപ്പോൾ അത് ഒരു മോളിക്യൂളാണ്. ഇത് ഒരു പേര ധാരാളമായിട്ട് പൂത്തു, മെഡിസിൻ കൊടുത്ത് പൂത്തതാണ്. ഇത് ആ മെഡിസിൻ കൊടുത്ത് ഇല്ലാതായി പോയ ഒരു പ്ലാന്റാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഡൈനാമിക്സത്തിന്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം വിട്ടുപോയി. 2101 1900-ലൊക്കെ ഞാനൊരു 10, 20, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹോമിയോ പഠിച്ചിറങ്ങിയ സമയത്ത് എന്നെ വളരെ കൂടുതൽ വലച്ച ഒരു പുസ്തകമാണ് ഇത്. കാണാമായിരിക്കും, ഇത് തിരിച്ച് കാണണം. ഹോമിയോപ്പതി എന്ന് പറയുന്നത് ജോർജ് വിദോൾക്കാസിന്റെ മെഡിസിൻ ഓഫ് മാൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇതില് അദ്ദേഹം വളരെ കൂടുതലായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിസമാണ് ഈ ഡൈനാമിക്സത്തിന് നമ്മുടെ വൈറ്റൽ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൺ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ഇല്ല, ഡൈനാമിക് ഡിസ്റ്റർബൻസ് ഷേക്സ് എൻ്റയർ ഓർഗാനിസം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ പറയുന്നത്, ഓർഗാനിസം ഗാഡ് ഇൻ ടു ദ പ്ലേ, സ്റ്റിമുലസ് ഈസ് ട്രൂലി ക്രിയേറ്റ് എക്സിസ്റ്റൻസ്. സ്റ്റിമുലസ് ഈസ് പവർഫുൾ ആണെങ്കിൽ അത് അങ്ങനെ വർക്ക് ചെയ്യും, പവർഫുള്ളി സ്ട്രെങ്തേൺ ചെയ്യും. ജസ്റ്റ് ആസ് ഓൺ ട്യൂണിംഗ് ഫോർക്ക് ക്യാൻ സ്റ്റിമുലേറ്റ് വൈബ്രേഷൻ ഓഫ് അനദർ ഐഡന്റിക്കൽ ഫ്രീക്വൻസി. ഇത് വിദോൾക്കാസിന്റെ ടെക്സ്റ്റ് ബുക്ക് 65 ഞാൻ ജനിച്ച വർഷത്തിലെങ്ങാണ്ട് പബ്ലിഷ് ചെയ്തതാണ്. 85 ഇത് ജെയിൻ പബ്ലിഷ് ചെയ്തു. അപ്പൊ ഈ പുസ്തകത്തിന്റെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിദോൾക്കാസിന്റെ പുസ്തകമാണ്. ഇതിന്റെ എഡിഷനിലൊക്കെ വളരെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേരൊന്നുണ്ടെന്ന് പറയാമോ സാർ? ഓരോ ഡ്രഗിനെ കുറിച്ചും എന്റെ പേരെങ്ങനെയായിരുന്നു? എന്നെ വലച്ചെന്ന് പറഞ്ഞാല് ഇത് റേഡിയോ ലൈൻസ് കിടക്കുന്നില്ലേ, ഞാൻ ഈ പുസ്തകം വെയിലത്ത് വെച്ച് ഇതിന്റെ റേഡിയോ സ്റ്റേഷൻ തന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി എന്നെ ഒരുപാട് വട്ട് ഇണക്കിയ ഒരു പുസ്തകമാണ് ഹോമിയോപ്പതി, ജോർജ് വിദോൾക്കാസ്, മെഡിസിൻ ഓഫ് ദ ന്യൂ മാൻ.
ധാരാളം ഇത് മനസ്സിലാക്കി. വായിക്കുന്തോറും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരും. എനിക്ക് 1-2 ക്ലാസ്സുകൾ തന്നെ ഇതിൽ എടുക്കാൻ എനിക്ക് കഴിയും. വേണമെങ്കിൽ വേറെ ക്ലാസ് ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ വേറെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും നല്ല ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഇത് പഴയ പുസ്തകമാണ്. ഇപ്പം നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്കൊക്കെ ഡൈനാമിസം അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ആ ഒരു റിതം ആണ്, അല്ലെങ്കിൽ ആ ഒരു അതേ റെസണൻസിൽ ആയിരുന്നാൽ മാത്രമാണ് മെഡിസിൻസ് ശരീരത്തിലും ലോകത്തിന്റെ അവസ്ഥയിലുള്ള റെസണൻസുമായി ചേരുന്ന മെഡിസിൻസ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുള്ള ഡൈനാമിസത്തിന്റെ ഒരു തിയറി ഒക്കെ പറയുന്നത്. ആ ഡൈനാമിസവും ഈ ഡൈനാമിക്കായിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും കമ്പയർ ചെയ്ത് പറഞ്ഞാൽ എത്രമാത്രം അത് ശരിയാകും. കെമിക്കൽ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇപ്പൊ ആ മൈമസ് കൂടിക്ക് ആദ്യകാലങ്ങളിൽ ചെയ്തപ്പോഴും അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇത് ഡൈനാമിസം വഴി ചെയ്യണമെന്നല്ല. അദ്ദേഹം കെമിക്കൽ തന്നെയാണ് കണ്ടെത്തിയത്, അതിനകത്തുള്ള ആ ഒരു ഭാഗം. അപ്പൊ കെമിക്കൽ എന്ന് പറയുന്ന ഭാഗത്തിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടോ മോളിക്യൂൾസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടോ എലമെന്റ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടോ ഒരു ഡൈനാമിസത്തിനും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയെങ്കിൽ ശരീരം ഉണ്ടാകണമല്ലോ. ദൈവപുത്രനായിട്ട് ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് ക്രിസ്ത്യൻസ് പറയുന്നു, അല്ലെങ്കിൽ ശരീരമായിട്ട് അവതരിപ്പിച്ച് ദൈവം മനുഷ്യപുത്രനായി അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അതുപോലെ മനുഷ്യന്റെ രൂപത്തില് മനുഷ്യൻ ദൈവമാണ് അകത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി ഈ രൂപം ഉണ്ടാക്കിയതും മണ്ണും ബുദ്ധിയും അപ്പം തേജസ്സും വായുവും ഒക്കെ ചേർന്നുണ്ടാകുന്നതിന് വേണ്ടി. അപ്പൊ അതാണ് ഇല്ലാതെ ഈ ഡൈനാമിസം ശരിക്കും ഇല്ല. ഡൈനാമിസത്തിന്റെ പ്രവർത്തനത്തിന് നന്ദി ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം. അപ്പോൾ ഡൈനാമിസത്തിന് ഈ മെറ്റീരിയലുമായിട്ട് ഒഴിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയില്ല. എന്നാണ് ഞാൻ പറയുന്നത്. ഈ റെസൊണൻസ് ഒക്കെ ശരി തന്നെ, പക്ഷെ ഹയർ ലെവലില് എല്ലാ മെറ്റീരിയലും ബോഡിയിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രത്യേകമായി ഞാൻ എഴുതി വെച്ചിരുന്നു. അതായത് എല്ലാ പദാർത്ഥങ്ങളും റേഡിയേഷൻ ഉള്ളവയാണ് എന്ന് ഞാൻ പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും എല്ലായ്പ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ നിയമമാണ്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാം പറയുന്നതാണ്. എല്ലാ വസ്തുക്കളും അവയുടേതായിട്ടുള്ള റെസൊണൻസിലാണ് എപ്പോഴും. എല്ലാ പദാർത്ഥങ്ങളും ജീവനുള്ളവയും ഇല്ലാത്തവയും, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ജീവനില്ലാത്തവയ്ക്കും ഈ ബന്ധമുണ്ട്, ഈ റെസൊണൻസ് ഉണ്ട്. റെസൊണൻസ് ഇല്ലാത്തത് റേഡിയേഷൻ ഇല്ലാത്തതൊന്നുമില്ല. പിന്നെ ഹാഫ് ലൈഫ് ഒരു പാറക്കഷ്ണം എടുത്താൽ അതിൽ ഹാഫ് ലൈഫുള്ള അനേകം പദാർത്ഥങ്ങൾ ചേർന്നിരിക്കും. ഒന്നിന് ഹാഫ് ലൈഫ് ചെറുത്, ഒന്നിന് ഹാഫ് ലൈഫ് കൂടുതൽ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പദാർത്ഥങ്ങളും കുറേശ്ശെ പ്രകാശരൂപവും ശബ്ദം കൊണ്ടും നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അവയ്ക്ക് സമയമുണ്ട്. പിന്നെ ഈ റേഡിയേഷൻ പോലെ തന്നെ വൈബ്രേഷൻ, റെസൊണൻസ്, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഈ രണ്ടുമാണ് എന്ന് ഓർക്കണം നിങ്ങൾ. ഈ രണ്ടും കൂടി ചേരുന്ന ഒരു പരിപാടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. അവയുടെ അത് പിന്നെ ഗ്രാവിറ്റിക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് കുറച്ചൊക്കെ അറിയാവുള്ളൂ. എന്നാൽ ഈ വാക്കുകൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റോ അറിയില്ലായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുകയും കൂടുതൽ അറിഞ്ഞ് എനിക്കും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഈ ക്ലാസ് സന്തോഷത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടറെ. നമുക്ക് നമ്മുടെ സമയം 2 മിനിറ്റൂടെ കൂടുതലായിട്ടുണ്ട്. വളരെ വളരെ വിശദമായിട്ട് ഡോക്ടർ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് നമുക്ക് ഈ കൃഷി സംരക്ഷണവും ഹോമിയോപ്പതി എന്ന വിഷയവും ഡൈനാമിക് മെഡിസിൻ ഇതും കൂടെ കൂട്ടി ഉള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് എടുത്തു തന്നത്. അതിനകത്ത് ഹ്യൂമേഴ്സും ടെമ്പർമെൻറ്റും രണ്ടും ഒന്നാണെന്നും, അതുപോലെയുള്ള ഡയറ്റിസിനെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പ്ലാൻസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം വളരെ വിശദമായിട്ട് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഏതായാലും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തു തരുന്ന മഷൂദ് ഡോക്ടർക്ക് IFPHന്റെ ഈ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാറ് എൻ്റെ അടുത്ത ഒരു ക്ലാസ്സുമായിട്ടും എത്രയും വേഗം വരണം. അതുപോലെ സാറിൻ്റെ ഒരു പുസ്തക പ്രകാശനം ഇതേപോലെ ഉള്ള ഒരു ദിവസം തന്നെ നടത്തിയ കാര്യവും സാർ ഇവിടെ ഓർമ്മിച്ചു. ഇതുപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു ക്ലാസ്സും. ഇത് ഒരേ നിമിത്തമായിട്ട്, അത് വിഷുവിന് ഒരേ നിമിത്തമായിട്ട് വന്നു അല്ലേ സാറേ? വിഷുവിൻ്റെ അന്നല്ലായിരുന്നു സാർ ആദ്യമായിട്ട് വന്നതും അതേ ദിവസം ഒരു ക്ലാസ് എടുക്കാനുള്ള അവസരം ഉണ്ടായി എന്നും സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാം ഒരു നിമിത്തമായി വന്നുകൊണ്ടിരിക്കുന്ന സാറിൻ്റെ ക്ലാസ്സുകൾ. ഇനിയും സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമ്മുടെ 2184 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി തീർന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. 2184 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.